Over to Dr. Mariamma John to moderate the Malayalam session. Good night, sir. നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2036 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TG മനോജ് കുമാറാണ്. കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. 26 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ശസ്ത്രക്രിയാനന്തര ലോകം, ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ ഭാഗം 3 എന്ന വിഷയത്തിലാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനായി TG മനോജ് കുമാർ ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട IFPHന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, മറ്റ് കേൾവിക്കാരെ, കാഴ്ചക്കാരെ, വിഷയം നമ്മൾ പറഞ്ഞു, സർജറി, ശസ്ത്രക്രിയാനന്തര രോഗങ്ങൾ, അവരുടെ ലോകം, ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. 2 ക്ലാസ് എടുത്തിട്ടും വിഷയത്തിൻ്റെ തീർന്നില്ല, ഞാൻ വിചാരിച്ച പോലെ തീർന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3ാമത്തെ ക്ലാസ്സിലോട്ടും കൂടി വരുന്നത്. അപ്പോൾ നമുക്കിനി പറയാനുള്ള ഭാഗങ്ങൾ, ഒരു ശരീര അവയവം സർജറിക്ക് ശേഷം റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ രോഗികൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അതിനെങ്ങനെ ഹോമിയോപ്പതി കൊണ്ട് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ധാരാളം ഓപ്പറേഷൻസ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന, ഇപ്പോൾ തൈറോയിഡക്ടമി, ടോട്ടൽ തൈറോയിഡക്ടമി, പാർഷ്യൽ തൈറോയിഡക്ടമി കിട്ടാറുണ്ട്, ഹിസ്റ്റക്ടമി കേസുകളുണ്ട്. അത് തന്നെ മയോമക്ടമി മാത്രമായിട്ട് വരുന്ന കേസുകളുണ്ട്, ടോൺസിലക്ടമി ഉണ്ട്, അഡിനോയിഡ് ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്, സൈനസ് ഓപ്പറേഷൻസ്, ഗോൾ ബ്ലാഡർ സർജറി, മാസ്റ്റക്ടമി, പിന്നെ അതുപോലെ തന്നെ ഓരോ ഓറിഫൈസിലുള്ള സർജറീസ്, അതിപ്പോൾ യൂറിത്ര ആയാലും ശരി, വജൈന ആയാലും ശരി, ബെനൈനി, ആനൽ ആൻഡ് റെക്ടൽ സർജറീസ് ആണല്ലോ ശരി. അങ്ങനെ ധാരാളം കേസുകൾ എല്ലായിടത്തും സർജറി. അപ്പോൾ ഈ സർജറി ശരിക്കും ഞാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട്, ഒരു ഹോസ്പിറ്റൽസ്, ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പം മെഡിസിൻ, ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളെയൊക്കെയാണ് ശരിക്കും മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുന്ന ആൾക്കാർ. ഇപ്പം നമ്മൾ ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാച്ചലർ ഓഫ് മെഡിസിൻ എന്നുള്ള വാക്ക് ഇപ്പം നിങ്ങൾ ആലോചിച്ചത്, ഒരു ഹോസ്പിറ്റൽ ഇപ്പം കേരളത്തിൽ എവിടെ കണ്ടു കഴിഞ്ഞാൽ വലിയ നില കെട്ടിടങ്ങളാണ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവർ മെഡിസിൻ കൊടുത്തിട്ട് രോഗം മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണോ ഇത്ര വലിയ റൂമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരിക്കലല്ല. കാരണം അങ്ങനെയാണ് ഒരു പരന്നൊരു സ്ഥലം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യവസായമായിട്ട് മാറുകയും അവർ പരസ്യം കൊടുക്കുന്ന പറഞ്ഞാൽ സ്പെഷ്യലി ഫോർ ദർ എന്താ പറയുക, അവരുടെ ഇൻവെസ്റ്റിഗേഷൻസിനും 2 ഈ സർജറിക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സർജറി എന്നുള്ളതും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ സത്യം പറഞ്ഞാൽ പേഷ്യൻസിനെ സംബന്ധിച്ചോളം ഞാനിക്കൊരു രോഗമാണെന്ന് അറിഞ്ഞാൽ മതി. അങ്ങനത്തെ വലിയ കീറി മുറിച്ച് പരിശോധനകൾ നടത്തിയിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രോഗിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ പല രോഗികളും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇപ്പൊ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ഈ ക്യാൻസർ ആണെന്ന്, ഇപ്പൊ ഇന്ന ക്യാൻസർ ആണ്, അത് ആ ക്യാൻസർ ആണെന്ന് അറിയണം, ഇനിയിപ്പോ അതിന്റെ FNAC എടുക്കണം, ഇനി അതിന്റെ സൈറ്റോളജി സ്റ്റഡി ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വലിയ വ്യത്യാസം വരുന്നുണ്ടോ? അതില്ല. ചികിത്സ സാധാരണ റേഡിയേഷൻ, കീമോതെറാപ്പി, മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഈ 3 ഓപ്ഷനകത്ത് അവർ നിൽക്കും. പക്ഷെ അക്കാഡമിക് പർപ്പസിന് എന്ന് പറയുന്ന രോഗത്തിൽ ഇതിന് കീഴ് കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. വളരെ കുറച്ച് ചില രോഗങ്ങൾക്ക് മാത്രമാണ് ഇവരുടെ വലിയ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഗുണമുള്ളൂ. രോഗിയെ സംബന്ധിച്ചുള്ള എനിക്ക് എന്റെ രോഗമാണ് എന്ന് തിരിച്ചറിയാതെ രോഗം കൊണ്ട് മാറ്റുക, മരുന്നുകൊണ്ട് മാറ്റുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ മരുന്നുകൊണ്ട് മാറ്റുന്നതിനേക്കാൾ പ്രധാനമായിട്ട് സർജറി എന്നുള്ളതാണ്. അപ്പൊ ഈ സർജറി എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാല്, സർജറി ശരിക്കും മെഡിസിനൽ അല്ലല്ലോ. എന്ന് വെച്ചാല് അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വലിയൊരു സർജിക്കൽ ഹോസ്പിറ്റൽ സർജറി ചെയ്യുന്ന സർജൻ അവിടെ നിന്നിട്ട് കാര്യം അഡ്വൈസ് കൊടുക്കുള്ളൂ. കാരണം ഓരോന്നിനും കത്തീറ്റർ ഇടാൻ വേറൊരു ആളുണ്ടാവും, ഇപ്പൊ ഒരു കേസാണെങ്കിൽ അതിനകത്തുള്ള സ്റ്റെൻഡ് ഇടാൻ ഒരാളുണ്ടാവും, പിന്നെ ഓരോ പാർട്ടിനും അതിന്റെ റേഡിയോഗ്രാഫ്സ് വേറെ, എല്ലാം വെവ്വേറെ ആൾക്കാരും. എന്ന് വെച്ചാൽ ശരിക്കും ഒരു മെക്കാനിക്ക് ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു വെസൽസിന്റെ മോണാണ് പ്ലംബർ ചെയ്യുന്ന പണി, ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ ആ കണക്ഷൻ അവർ കണക്ട് ചെയ്യുന്നു. അതിപ്പോ വേറൊരിടത്ത് എടുത്തിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നു.
ഇനി ലൂപ്പ് കൊടുക്കുന്നതിന് ബൈപ്പാസ് ചെയ്യുന്നെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു വഴി അടഞ്ഞിരിക്കുന്നത് വേറെ വഴിയിലാണ് കൊടുക്കുന്നത്. ഒരു പ്ലംബർ ചെയ്യുന്ന പോലത്തെ പണി തന്നെ, പക്ഷെ അത് ചെയ്യാൻ അറിയുന്നത്. ഇത്ര ഈസി ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു എന്താന്ന് വെച്ചാല്, ഈ ഞാന് കഴിഞ്ഞ വർഷം 25 സൗത്ത് ആഫ്രിക്കയിൽ പോയി. അപ്പൊ സൗത്ത് ആഫ്രിക്കയില് പോയപ്പോ നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്ന ഈ കേപ്പ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ കേപ്പ് ഓഫ് ഫുഡ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കേപ്പ് ടൗണിലാണ് പോകുന്നത്. അപ്പൊ കേപ്പ് ടൗണിനെ കുറിച്ച് അപ്പൊ നല്ലൊരു ഒരു ഗൈഡാണ്, നല്ലൊരു ബോധമുള്ളൊരു മനുഷ്യൻ. അപ്പൊ അവിടുത്തെ ആഫ്രിക്കക്കാർ സാധാരണ അത്രയും വൊക്കാബുലറി ഉണ്ടാവാറില്ല, പക്ഷെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഡോക്ടർമാരുണ്ട്. അപ്പൊ ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ബെർണാഡ്, നിങ്ങൾക്ക് അറിയാലോ, ആദ്യമായിട്ട് ഹാർട്ട് സർജറി ട്രാൻസ്പ്ലാന്റ് നടത്തിയ ക്രിസ്ത്യൻ ബെർണാഡ് ജീവിച്ചത് ഈ സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ സൗത്ത് ആഫ്രിക്കയില് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവർ തുടങ്ങിയ ഹോസ്പിറ്റൽസ്, ക്രിസ്ത്യൻ ബെർണാഡിന്റെ മെമ്മോറിയൽസ് ഒക്കെ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റൽസ് ഞങ്ങൾക്ക് ഒരു ഫേവറിന് വേണ്ടിയിട്ട് അദ്ദേഹം കഴിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന മനുഷ്യൻ ആക്ച്വലി ഒരു ഒരു മെഡിക്കൽ ഒറിജിൻ ആയിട്ടുള്ള ആളായിരുന്നില്ല. അപ്പൊ അദ്ദേഹം മറ്റൊരു വീട്ടില്, ഒരു സർജന്റെ വീട്ടില് ഒരു ഹെൽപ്പറായിട്ട്, ഒരു ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്ക്, ഞാൻ നെറ്റിൽ മുഴുവൻ പരതി കഴിഞ്ഞപ്പോൾ ഇയാൾ ഗാർഡനർ ഒന്നും അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സൗത്ത് ആഫ്രിക്കക്കാരനായിട്ടുള്ള റാൻഡൽ എന്നാണ് അയാളുടെ ഗൈഡിന്റെ പേര്. അദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ആക്ച്വലി ക്രിസ്ത്യൻ ബെർണാഡ് അവിടെ ഒരു വീട്ടിൽ, ഒരു സർജന്റെ വീട്ടിൽ നിന്നിരുന്ന ഒരു ഗാർഡനറാണ് അത്രേ. അപ്പൊ ഈ മനുഷ്യൻ അവിടെ ഈ ശവങ്ങൾ, അദ്ദേഹം ഈ അവിടെ ആ സർജൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറ്റിനറി സർജനാണ്. അപ്പൊ അദ്ദേഹം മൃഗങ്ങളെല്ലാം പരീക്ഷണങ്ങൾ വിധേയമാക്കി മൃഗങ്ങൾക്ക് ചികിത്സയെല്ലാം കണ്ട് ലാസ്റ്റ് മൃഗങ്ങളെ കൊല്ലുന്ന മൃഗങ്ങളെല്ലാം വെട്ടിയരിഞ്ഞ് ഇയാൾ ഈ കുഴിയിലിടുകയാണ് ചെയ്യുന്ന ജോലിയായിരുന്നു അത്രേ. അപ്പോൾ ഈ മനുഷ്യൻ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നതിലും അവന്റെ ആ ഈസിനെസ്സും ഒക്കെ കണ്ടിട്ട് ഇവന് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് അവിടെ നായ്ക്കൾക്ക് ഒരു തരം ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത്, എന്തിനാണ് ഇതിങ്ങനെ ഈ ഇതെല്ലാം ഇതിനെ കൊന്നുകളയേണ്ട കാര്യം, ഈ രണ്ട് കണക്ഷൻ അങ്ങ് അപ്പുറത്തും ഇപ്പുറത്തും ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ വരുന്ന, ഇൻഡസ്ട്രി അട്രീഷ്യ വരുന്ന ഭാഗത്ത്, രക്തോട്ടമില്ലാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി അങ്ങ് കൂട്ടി യോജിപ്പിച്ചാൽ പോരെ, ഞാൻ കൂട്ടി യോജിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈസി ആയിട്ട് ഈ നായ്ക്കളെ അല്ല ഇത് കണക്ട് ചെയ്തിട്ട് വിടുന്ന കാണിച്ചു കൊടുത്ത് മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ നായ്ക്കൾക്കെല്ലാം ഓക്കെ. അപ്പോ അങ്ങനെ ഈ മനുഷ്യന് ഇവന്റെ സ്കില്ല് കണ്ടിട്ട് ഇവനെ മെഡിസിൻ പഠിപ്പിക്കുകയാണ് അത്ര ചെയ്യുന്നത്. കുറെ മുമ്പുള്ള കാര്യമാണ്. അപ്പൊ രസം എന്ന് വെച്ചാല് അത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ക്രിസ്ത്യൻ ബെർണാഡ് ആക്ച്വലി അദ്ദേഹത്തിന്റെ MD അവിടുന്ന് പഠിച്ച് പിന്നെ അദ്ദേഹം MD ഒക്കെ എടുത്തു. MD എടുത്തത് ട്യൂബർകുലോസ് മെനിഞ്ചൈറ്റിസിന്റെ ഒരു തീസിസ് വെച്ചിട്ടാണ്. ട്യൂബർകുലോസ് മെനിഞ്ചൈറ്റിസിനാണ് ഇദ്ദേഹം എടുത്തത്. പക്ഷെ ഇയാൾ പിന്നെ ഓപ്പറേഷൻസ് മുഴുവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ? അവിടെ ആദ്യം ഇൻഡസ്ട്രീഷ്യൽ അട്രീഷ്യ വന്നിട്ട് ആദ്യം നായ്ക്കളിൽ ഈ കുറെ ഓപ്പറേഷൻസ് നടത്തി, എല്ലാം സക്സസ്. കാരണം ഈ പ്ലംബറുടെ പണിയാണ്. ഇവൻ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്ത് നോക്കി ഒരു കുഴപ്പമില്ല, വേറൊരിടത്ത് എടുത്ത് കണക്ട് ചെയ്ത് നോക്കി അവിടെയും കുഴപ്പമില്ല. ഇദ്ദേഹമാണ് ആ സൗത്ത് ആഫ്രിക്ക ലോകത്ത് തന്നെ രണ്ടാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നത് സൗത്ത് ആഫ്രിക്കയിൽ. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ മനുഷ്യനും ഈ ക്രിസ്ത്യൻ ബെർണാർഡാണ്. അയാൾക്ക് എന്തത് കൃത്യമായിട്ട് തുന്നിക്കെട്ടാൻ അറിയാം. അപ്പൊ ഇവന് ഈ സാധനം വേറൊരു സാധനം കിഡ്നി എടുക്കുന്നു, ഇവിടെ ഫിറ്റ് ചെയ്യുന്നു, തുന്നിക്കെട്ടുന്നു. ഓക്കെ, അത് സക്സസ്. മെഡിസിൻസ് മറ്റേത് പറഞ്ഞല്ലേ, നമ്മൾ റിജക്ട് ചെയ്യാറുള്ള മെഡിസിൻസ്, റിജക്ട് ചെയ്യാതിരിക്കാറുള്ള മെഡിസിൻസ്. ആ മനുഷ്യന്റെ ധൈര്യം കൊണ്ടാണ് അയാൾ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയത്. എന്നാലോചിച്ച് നോക്കൂ, ഇതെല്ലാം ചെയ്തത് ഈ ഇൻഡസ്ട്രീഷ്യൽ അട്രീഷ്യ വന്നിട്ട് ഇൻഡസ്ട്രീഷ്യൽ കണക്ക്. ഇന്നിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു സർജറി അത് ചെയ്യാം. ആ ബേസിക് മെക്കാനിസം, വെസൽസ് ഇതെല്ലാം തിരിച്ചു വെക്കുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് ഫ്യൂച്ചർ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അത്ര വേണമെങ്കിൽ ലളിതവൽക്കരിക്കാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് മെക്കാനിക്കൽ പ്രോസസ് എന്നുള്ളതാണ്, അവിടെ നിന്ന് മെഡിസിൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോഡേൺ മെഡിസിൻ എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവരൊരിക്കലും മരുന്നുകൊണ്ടല്ല ഇവരുടെ ചികിത്സാ രീതി. ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ മെഡിസിൻസിനല്ല റോള്, പ്രധാനമായിട്ടും സർജറിക്കാണ്. പക്ഷെ ഈ സർജറിന്റെ കോൺസിക്വൻസ് മുഴുവൻ അനുഭവിക്കുന്നത് ആ രോഗിക്കാണ്. രോഗി പിന്നെ ആജീവനാന്തകാലം നിത്യരോഗിയായിട്ട് മാറുന്നു, എന്തെങ്കിലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹോമിയോപ്പതിയില് നമ്മൾ പറഞ്ഞു, ഈ ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ രോഗി ഒരു നിത്യരോഗിയാണ്. നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിനകത്തൊക്കെ മെഡിസിൻ ഉണ്ടെന്ന് പറയാനുള്ളത് ഒന്നും ക്യൂറബിൾ ആയിട്ടില്ല. നമ്മുടെ ഹോമിയോപ്പതിയിലെ റെമഡി എന്നൊരു വാക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗം മാറ്റുന്ന മെഡിസിൻ ആണ് അവിടെ റെമഡി എന്നത്. നമുക്കറിയാം ഡ്രഗ്, മെഡിസിൻ, റെമഡി 3 ഉണ്ട്. അപ്പോൾ നോ മെഡിസിൻ ഇൻ അലോപ്പതി, അല്ല ഐ മീൻ നമ്മൾ പറഞ്ഞാൽ നോ മെഡിസിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ അവിടെ ഇല്ല. ഇപ്പൊ ഡയബറ്റീസിന് മെഡിസിൻ ഉണ്ടോ എന്ന് ഡയബറ്റീസിനുണ്ട്, അല്ലെങ്കിൽ പ്രഷറിനുണ്ട്, കൊളസ്ട്രോളിനുണ്ട്, എല്ലാത്തിനും ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇവിടെ ഒരു സർജറി ചെയ്യുന്നതോടുകൂടി നിത്യവും അയാൾ അന്ന് മുതൽ ലൈഫ് ലോങ് അതിന്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹോമിയോപ്പതിയിൽ ധാരാളം അതിന് പറ്റിയ മെഡിസിൻസ് ഉണ്ട് എന്നുള്ള കാര്യം, ഓരോ കണ്ടീഷനും ആ മെഡിസിൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനകത്ത് നമ്മുടെ റെപ്പർട്ടറിയിൽ നേരത്തെ പറഞ്ഞാൽ കുറെ പിന്നെ മെഡിസിൻസ് അതിനു വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഗോൾ ബ്ലാഡർ സർജറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റോൺ ഉണ്ടെങ്കിലും സ്റ്റോൺ വരാൻ പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാലും ഒക്കെ അവർ ബ്ലാഡർ തന്നെ അങ്ങ് എടുത്തല്ലേ. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ബ്ലാഡർ എടുത്തു കളഞ്ഞാൽ രോഗം മാറുന്നില്ലല്ലോ. കാരണം എന്തുകൊണ്ട് ആ ബ്ലാഡറിൽ കല്ല് വന്നു? ഇനി ബ്ലാഡറേ ഇല്ല, അതുകൊണ്ട് കല്ല് വരില്ല എന്ന് പറയുന്നതിന് യുക്തിയില്ലല്ലോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ബൈല് അവിടെ സ്റ്റോർ ചെയ്ത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യാനുസരണം ഫാറ്റി ഫുഡ് വരുമ്പോൾ ഒഴുകേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് ഊസിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റുള്ള ഫുഡുകൾ ദഹിപ്പിക്കാൻ വിഷമം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലാറ്റ് ലൈൻസും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഗോൾ ബ്ലാഡർ സർജറിയുടെ ആഫ്റ്റർ എഫക്ട്സിന് കൊടുക്കുന്ന മെഡിസിൻസ് ചൈന ലൈക്കോപോഡിയം കാർഡസ് മരിയാനസ് പൾസാറ്റില ഇവയാണ്. ചൈന ലൈക്കോപോഡിയം കാർഡസ് മരിയാനസ് പൾസാറ്റില. കാരണം നമുക്കറിയാം ഇത് തന്നെ സിംറ്റം ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഓഫ് അബ്ഡമനം, ഫാറ്റി ഫുഡ് ദഹിക്കാതെ വരികയൊക്കെയാണ് ഉണ്ടാവുക. മാസ്റ്റെക്ടമി നമുക്കറിയാം, ഇപ്പൊ ബ്രസ്റ്റില് പിന്നെ തകരാറ് വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം കേസുകൾ അവര് പ്രത്യേകിച്ച് അതിന് മെഡിസിൻസ് ഇല്ല, ഹോർമോണൽ ആയാലും ശരി അല്ലെങ്കിൽ ശരി അവരത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ആ ട്യൂമർ എടുത്തു കളയാം എന്നല്ല, എങ്ങനെയാലും ഡിഫോമിറ്റി വരുന്ന കണ്ടീഷൻസ് ആണ് വരിക. അപ്പൊ അതിനുശേഷമുള്ള കംപ്ലൈൻസിന് ആൾസർ ഹീൽ ചെയ്യാതിരിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വരാം. ചിലപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ പിന്നെ ആ ട്യൂമർ അല്ല പ്രശ്നം ഉണ്ടാവുക, ആ മുറിവ് ഉണങ്ങാതെ വരികയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കോമോർബിഡിറ്റീസ് കൊണ്ട് കൂടുതൽ രോഗാവസ്ഥ വരികയോ ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല മെഡിസിൻസ് ബെല്ലിസ്പെരിനിസും കലണ്ടുലയും എക്സ്റേയുമാണ്. ബെല്ലിസ്പെരിനിസ്, കലണ്ടുല, എക്സ്റേ. പിന്നെ ഈ ഓറിഫൈസിലുള്ള പിന്നെ ഏത് ഓപ്പറേഷൻ ആയാലും, അത് യൂറിത്ര ആയാലും ശരി, ആനലായാലും ശരി, പിന്നെ നമ്മൾ ഫിസ്റ്റുലയും ഹെമറോയിഡ്സും ഒക്കെ നമ്മൾ സർജറി നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം അവർ മിക്കവാറും ഫിസ്റ്റുലയ്ക്ക് സർജറി തന്നെയാണ് പറയുക. നമ്മുടെ മെഡിസിൻ കൊണ്ട് വിത്തൗട്ട് സർജറി നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. ഇനിയോ പിന്നെ ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആ അക്യൂട്ട് സ്റ്റേജിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ റെക്കറൻസ് ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റും. ഓരോ പ്രാവശ്യവും ഇപ്പൊ ഹെമറോയിഡ്സിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആനസിന്റെ അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും. രണ്ടാമതും മൂന്നാമതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട, കാരണം അവരുടെ കൺസ്ട്രക്ഷൻ അതിന്റെ ശേഷിക്ക് വ്യത്യാസം വരും. അത് പിന്നെ ഈവൻ ഫ്ലാറ്റിസ് പോകുമ്പോൾ തന്നെ മലത്തിന്റെ അംശങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ വരും. നിത്യ ദുരിതത്തിലായിരിക്കുന്ന ഒരു ജീവിതമാണ് ആ രോഗിക്ക് ഉണ്ടാവുക. മറ്റേതാകുമ്പോൾ പൈൽസ് ഒരു എന്താണ് ഒരു പീരിയോഡിക്കലായിട്ട് വരുന്ന രോഗമായിരിക്കും, കുറച്ചു നേരം കഴിഞ്ഞ് ആശ്വാസമെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ അത് ഓറിഫൈസിന്റെ മുകളിലുള്ള വേറെ ഏത് ഓറിഫൈസ് ആയാലും, ഇപ്പൊ യൂറിത്ര ആയാലും ശരി, ആനസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓറിഫൈസ് ആയാലും ശരി, ഓറിഫൈസിലുള്ള ഓപ്പറേഷന് ശേഷമുള്ള കംപ്ലൈൻസിനകത്ത് പറയുന്ന മെഡിസിൻസ് റെപ്പർട്ടറി പറയുന്നത് കലണ്ടുല, കോളോസിൻ, സ്റ്റാഫിസൈഗ്രിയാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് വളരെ കുറച്ചെണ്ണേ വരുന്നുള്ളൂ. അത്രയും മെഡിസിൻസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ഐ സർജറി കണ്ണിന്റെ ഇപ്പൊ കട്രാക്റ്റിനായാലും അത് മറ്റുള്ള പിന്നെ കണ്ണിന്റെ ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാലുള്ള മെഡിസിൻസ് ആർണിക്ക, കലണ്ടുല, യൂഫ്രേഷ്യ, ഹൈപ്പരിക്കം, സ്റ്റാഫിസൈഗ്രിയ, അക്കണൈറ്റ് ഇവയാണ്. കട്രാക്ട് സർജറിക്ക് ശേഷമുള്ള ബേണിംഗ് പെയിൻ അതിന് ഒന്ന് സിങ്ക് ആണ്, സ്റ്റാഫിസൈഗ്രിയ, കലണ്ട്. ഓക്കെ മേഡം, അത് ഒന്നും കൂടെ ഒന്ന് പറയാമോ? ആർണിക്ക, കലണ്ടുല, ആർണിക്ക, കലണ്ടുല, യൂഫ്രേഷ്യ, ഹൈപ്പരിക്കം, സ്റ്റാഫിസൈഗ്രിയ, അക്കണൈറ്റ്. ഇനി ബേണിംഗ് പെയിൻ ആഫ്റ്റർ കട്രാക്ട് സർജറി അത് സാധാരണ പേഷ്യൻസ് വരും. ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ ആ കണ്ണിന്റെ സഫറിംഗ് കൊണ്ട് മറ്റേ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന കണ്ടീഷൻസ് വരും. അവിടെയും പറയുന്ന മെഡിസിൻസ് ബേണിംഗ് പെയിൻ ആണ്. അത് സിങ്കമറ്റ്, സ്റ്റാഫിസൈഗ്രിയ, കലണ്ടുല, ഹൈപ്പരിക്കം, ആർണിക്ക, സെനേഗ. ഇപ്പൊ സ്റ്റാഫിസൈഗ്രിയ, കലണ്ടുല, ഹൈപ്പരിക്കം ഒക്കെ നിങ്ങൾ എല്ലാവരും ഓർക്കും, കാരണം സാധാരണ സർജിക്കൽ റെമഡി. മറ്റു രണ്ട് മെഡിസിൻസ് എന്ന് ഓർത്താൽ മതി, കാരണം അത് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഒന്ന് സിങ്കമറ്റ് ആണ്. സിങ്കമറ്റ് നമ്മള് ഈ ടെറിജിയം ഒക്കെ വരുമ്പോ കണ്ണിന്റെ അറിയാലോ, ടെറിജിയം, ഒണിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു നഖം പോലെ കണ്ണിന്റെ കൃഷ്ണമണിന്റെ അങ്ങോട്ട് വരുന്ന ആ ഒരു കണ്ടീഷൻ, അങ്ങനത്തെ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ സിങ്കമറ്റ് ആണ്. പിന്നെ ഒന്ന് സെനേഗയാണ് നമ്മൾ വായിക്കേണ്ട മെഡിസിൻ, സെനേഗ. പിന്നെ വിഷൻ ട്രബിൾ സർജറി ആഫ്റ്റർ, അതും സിങ്കമറ്റ് തന്നെയാണ്.
പിന്നെ ഈ പൈൽ സർജറിക്ക് ശേഷം ഹാർട്ട് ബീറ്റ് തകരാറുണ്ടാവുക, എന്ന് ചില പൾസ് റേറ്റ് 60-ലും താഴെ വരിക, ജോണ്ടിസ് വരിക. നോക്കണം, ഇത് രണ്ടൊന്നും പ്രത്യക്ഷത്തിൽ കണക്ഷൻ ഉണ്ട് എന്ന് മോഡേൺ സയൻസ് ഒരിക്കലും സമ്മതിക്കില്ല. കാരണം സർജറിക്ക് ശേഷം ജോണ്ടിസ് വരുന്നു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സമ്മതിക്കാനാണ്? സർജറിക്ക് ശേഷം ഹാർട്ട് ബീറ്റ് തകരാറ് വന്നു കഴിഞ്ഞാലും അവർ സമ്മതിക്കില്ല. അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റിന് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ക്രോക്കസ് സെറ്റൈവേഴ്സ് ആണ് മെഡിസിൻ. പിന്നെ ഫിസ്റ്റുല ഓപ്പറേഷന് ശേഷമുള്ള കോംപ്ലിക്കേഷൻ, നമ്മൾ ആൾട്ടർനേറ്റ് ഫിസ്റ്റുല, പിന്നെ ആന്റി ചെസ്റ്റ് കംപ്ലൈൻസ് ഒക്കെ പറയുന്ന മെഡിസിൻസ് ഉണ്ട്. ബെർബറിസ് വൾഗാരിസ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല. ഈ ബെർബറിസ് വൾഗാരിസ് ഒക്കെ ആകെ വൃക്കയ്ക്കുള്ള റെമഡി മാത്രമാണെന്നാണ് പല ഡോക്ടർമാരും ധരിച്ചിരിക്കുന്നത്. അതൊന്നുമില്ല, അതിന്റെ സിംറ്റംസ് മാത്രം നോക്കിയാൽ മതി. അത് കിഡ്നി കംപ്ലൈന്റ് കൊണ്ട് ഇപ്പൊ ബാക്ക് പെയിൻ, ബെർബറിസിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബാക്ക് പെയിൻ, ബാക്കിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത്, അത് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടായിട്ട് വന്നാലും ഇല്ലാതെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ മെഡിസിൻ പിന്നെ എഫക്റ്റീവ് ആണ്. സാധാരണ ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെയുള്ള ഫിസ്റ്റുല ഓപ്പറേഷന് ശേഷമുള്ള കംപ്ലൈൻസിനകത്ത് ഫിസ്റ്റുല അലോപ്പതിയിൽ മിക്കവാറും അക്യൂട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ആണ് പറയാം. അത് റെക്കറൻസി തീർച്ചയായിട്ടും റെക്കറൻസി ഉണ്ടാവും ചെയ്യും. അവർ എന്തൊക്കെ മെഡിസിൻ കൊടുത്താലും റെക്കറൻസി ഉണ്ടാവും. അത് ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും ഒക്കെ മാറ്റാറുണ്ട്. ബെർബറിസ്, സൈലീഷ്യ, അബ്രോട്ടാനം, കാൽക്കരിയ ഫോസ്, കാൽക്കരിയ കാർബ്, കോസ്റ്റിക്കം, ഗ്രാഫൈറ്റിസ്, സൾഫർ, തൂജ, ഇവയൊക്കെയാണ് മെഡിസിൻസ് വരിക. പിന്നെ പൈൽസിന് ഓപ്പറേഷന് ശേഷമുള്ള പെയിനുകൾക്ക് ബെല്ലിസ്പെരിനിസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുപോലെ തന്നെ പല ഓപ്പറേഷൻസും ഈ ബെല്ലിസ്പെരിനിസ്, മാസ്റ്റക്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബെല്ലിസ് ഒരു നല്ലൊരു മെഡിസിൻ ആണ്. പെയിൻ മാറ്റാൻ ബെല്ലിസ്പെരിനിസ്, കലണ്ടുല, ക്രോക്കസ്, കോളിൻസോണിയ, സ്റ്റാഫിസാഗ്രിയ. പെയിൻ സ്റ്റൊമക്ക് സർജറി ആഫ്റ്റർ, അതും ഇതുപോലെ ക്രോക്കസ് സെറ്റൈവേഴ്സ്, ഹെപ്പാർ സൾഫ്, കലണ്ടുലയാണ്. ഈ ക്രോക്കസ് നമ്മൾ സാധാരണ ഡോക്ടർമാർ ചിന്തിക്കാത്തൊരു മെഡിസിൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പിന്നെ ഇതിന്റെ ഈ സർജിക്കൽ കണ്ടീഷനകത്ത് ക്രോക്കസിന്റെ എഫക്റ്റിനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനി ഒരു സർജറിക്ക് ശേഷം ഒരു അവയവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ലോസ് ഓഫ് പാർട്ട്, അപ്പൊ അതിന്റെ ഇമ്പാക്ട് 3 രീതിയിലായിരിക്കും. ആ 3 രീതിയിലുള്ള കണ്ടീഷന് ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ടെന്നുള്ളതാണ്. ഉദാഹരണം ഞാൻ പറയാം. ഒരു ശരീരാവയവം ഇപ്പൊ നമ്മൾ മാസ്റ്റക്ടമി ആണെന്ന് വിചാരിക്കാം. ആ മാസ്റ്റക്ടമി ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഓക്കെ, അതിന്റെ ആ ഒരു പിന്നെ എന്താണ് പറയാ, അത് പാർഷ്യലായിട്ടോ അല്ല ടോട്ടൽ മാസ്റ്റക്ടമി നടത്തി. അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാവും. അതിന് ആ ഒറ്റ കേസിനകത്ത് ശേഷം ആ സ്ത്രീ വിചാരിക്കുകയാണ് എന്റെ ശാരീരിക സൗന്ദര്യം മുഴുവൻ പോയി, അല്ലെങ്കിൽ എന്റെ പിന്നെ സെക്ഷൽ ഡ്രൈവ് മുഴുവൻ പോയി എന്ന് ചിന്തിക്കുന്ന ചില കണ്ടീഷൻസ് വരും. അതുപോലെ തന്നെ ചില അവയവങ്ങൾ എടുത്തു മാറ്റാൻ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. ഇപ്പം ഊഫ്രക്ടമി ചെയ്തു, പിന്നെ ഓവർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് മെനോപോസ് ഉണ്ടാകാം. അപ്പൊ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. മറ്റൊന്ന് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു അവയവം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞാൽ മസ്റ്റക്ടമി ഒക്കെ ചെയ്ത കേസിനകത്ത് ഒരു കോസ്മെറ്റിക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം അവസ്ഥകളിലും ഈ 3 പ്രശ്നങ്ങൾ രോഗി അനുഭവിക്കാറുണ്ട്. അപ്പൊ ഇതിന് 3നും നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളതിന് 3നും 3 രീതിയിൽ ഹോമിയോപ്പതിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് അലോപ്പതി എന്നുള്ളത്. കാരണം അവരൊരു അവയവം എടുത്തു കളഞ്ഞു, അതിനിപ്പോ സൈക്കോളജി ഇമ്പാക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, പ്രശ്നം രോഗം മാറിയില്ല, പിന്നെ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഇപ്പോ നമുക്ക് ഒരു വാസക്ടമി ചെയ്യുന്ന ഒരു മെയിൽ പേഷ്യന്റിന്, വാസക്ടമി നിങ്ങൾക്കറിയാം, വാസക്ടമി ചെയ്ത ഒരു പേഷ്യന്റിന് ആക്ച്വലി നമ്മുടെ തിയറി അനുസരിച്ച് അതിന്റെ സ്പെർമാറ്റിക് കോഡ് മാത്രമാണ് കട്ട് ചെയ്തിട്ട് പിന്നെ ടൈ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇമ്പോർട്ടൻസി ഒന്നും ഉണ്ടാകാൻ ടെക്നിക്കലി ഒരു സാധ്യതയില്ല. കാരണം പുസ്തകങ്ങളിലാണെങ്കിലും അവരുടെ പഠിപ്പിക്കുന്ന സർജറി ടെസ്റ്റ് ചെയ്യണതാണെങ്കിലും വാസക്ടമിക്ക് ശേഷം പിന്നെ ഇമ്പോർട്ടൻസി ഉണ്ടാവില്ല. കാരണം സെമൻ അടക്കം ഉണ്ട്. പിന്നെ കാരണം സെമന്റെ ഭൂരിഭാഗം നമുക്ക് അറിയാൻ വരുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ്. അതിൽ ആ സ്പേംസ് മാത്രമാണ് ടെസ്റ്റിസിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആ സ്പേംസിന്റെ അളവില് പിന്നെ അതുണ്ടാവില്ല, സ്പേംസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പേഷ്യന്റിന്, എനിക്കതുപോലെ പേഷ്യൻസ് വന്നിട്ടുണ്ട് വാസക്ടമി, പ്രത്യേകിച്ച് ഇവിടെ ട്രൈബൽസിനൊക്കെ ഇങ്ങനെ ഒരുതരം എന്താ പറയാ, ഒരുതരം വാസക്ടമി ഇൻഡ്യൂസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം പിന്നെ അവരുടെ കുറെ ഓഫറെല്ലാം കൊടുത്തിട്ട് അവർക്ക് വാസക്ടമി, പഴയ കാലത്തെ ചുവന്ന ബക്കറ്റും പിന്നെ കുറച്ച് പൈസയും കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെ വാസക്ടമി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നം, എന്തോ സാധനം മുറിച്ചു കളഞ്ഞു എന്നാണ് ഇവരുടെ ധാരണ. ഇവർക്ക് ഈ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനകത്ത് നമുക്ക് മോഡേൺ മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ഇനി അല്ലെങ്കിൽ വലിയ നേഴ്സ് അങ്ങനെ മുറിഞ്ഞു പോകണം, അതിനൊന്നും സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നാണ് പറയാൻ പറ്റുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹോമിയോപ്പതിക്ക് നമുക്ക് മെഡിസിൻസ് ഉണ്ട്. സാധാരണ
ഈ ലോസ് ഓഫ് ഇങ്ങനെ സെക്ഷൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഓപ്പറേഷൻ ഉള്ള മെഡിസിൻസ് സാധാരണ കാർബോവജിസ്, സ്റ്റാഫിസാഗ്രിയ, ക്ലോറോഫോം ആണ്. കാർബോവജിസ്, സ്റ്റാഫിസാഗ്രിയ, ക്ലോറോഫോം. ഈ സ്റ്റാഫിസാഗ്രിയനെ കുറിച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പല കണ്ടീഷൻസും സ്റ്റാഫിസാഗ്രിയ പറ്റും. ആൻഡ് ക്ലോറോഫോമിന് നമ്മൾ സാധാരണ അനസ്തറ്റിക്സിന്റെ എഫക്റ്റിനൊക്കെയാണ് സാധാരണ ക്ലോറോഫോം ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അല്ലാതെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻ അത് ക്ലോറോഫോം എഫക്റ്റീവ് ആണ്. അപ്പോൾ സാധാരണ ഈ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസിക്ക് ഏറ്റവും നല്ല മെഡിസിൻസ് ഒന്ന് ഒനസ്മോഡി ആണ്. ഒനസ്മോഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മറ്റെല്ലാം ഫിസിക്കൽ ഇമ്പോർട്ടൻസിയും ഒനസ്മോഡിയത്തിന്റെ ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി ആണ്. സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പ്രത്യേക ഒരു പാർട്ട്ണറോട് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മിക്കവാറും ചിലപ്പോൾ ഭാര്യയോടായിരിക്കും മാത്രം. അപ്പൊ ഇമ്പോർട്ടൻസി ഉണ്ടാവും, നാട്ടുകാരുടെ അടുത്തൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസി വരുന്ന കേസ് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി അത് ഒനസ്മോഡി ആണ് നല്ലൊരു മെഡിസിൻ. അപ്പൊ പിന്നെ സാധാരണ ഈ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ, പെർഫോമൻസ് ആങ്സൈറ്റി, എക്സാം ഫംഗനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, അതും ഈ അർജന്റനൈട്രിക്കും ജെൽസീമിയം പോലുള്ള മരുന്നുകൾ ഈ ഇതുപോലെ തന്നെ ഈ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസിക്ക് നല്ല ഒരു മെഡിസിൻ ആണ്. പലപ്പോഴും നമുക്ക് ഇവർക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസിന്റെ മെഡിസിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. പിന്നെ ഒന്ന് സൈലീഷ്യാണ്. സൈലീഷ്യ നിങ്ങൾക്ക് അറിയാം സ്റ്റേജ് ഫ്രൈറ്റിന് നല്ല ഒരു മെഡിസിൻ ആണ്. സൈലീഷ്യാണ് നമ്മൾ സ്റ്റേജ് ഫ്രൈറ്റിന് ഈ ജെൽസിമിയ, അർജന്റനൈട്രിക്കും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ സൈലീഷ്യ സ്റ്റേജ് ഫ്രൈറ്റിന് ഉപയോഗിക്കും. പിന്നെ നമ്മൾ പരീക്ഷ പേടിക്കൊന്നും കൂടി ഉപയോഗിക്കുന്ന പിന്നെ അനാക്കാർഡിയം ഒക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഈ സൈലീഷ്യന്റെ ഒരു സിംറ്റം നിങ്ങൾക്ക് അറിയാലോ, പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഇവൻ സ്റ്റേജ് കയറി ഒന്ന് പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ ഓക്കെ ആവും, പിന്നെ ഇവൻ അങ്ങോട്ട് പ്രസംഗിച്ചോളൂ. ഇത് തന്നെയാണ് ഇവരുടെ സെക്ഷൽ ആക്ടിലുള്ള സിംറ്റംസ്. ഇവനൊന്ന് തുടങ്ങി കിട്ടാൻ ഇവന് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ പെർഫോമൻസ് ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ കുട്ടികളിലൊക്കെ നമ്മൾ ഈ സൈലീഷ്യ പേഷ്യന്റ് തിരിച്ചറിയുന്ന രീതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, സൈലീഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാലോ, മെലിഞ്ഞുണങ്ങിയ കുട്ടികളായിരിക്കും. അപ്പൊ ആ കുട്ടികൾ അവർക്ക് ഈ ഭയങ്കര മടി കൊണ്ട് പലപ്പോഴും ഇവര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറോടല്ല ഉത്തരം പറയാം, അമ്മയോടാണ് ഉത്തരം പറയാം. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വീണ്ടും കൊച്ചിനോട് ചോദിക്കണം, അപ്പൊ കൊച്ചു അമ്മയോട് ഉത്തരം പറയും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള മടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഈ സൈലീഷ്യ പേഷ്യൻസ്. പിന്നെ ഈ സെക്ഷൽ സ്ഫിയറിലാണെങ്കിൽ നമ്മുടെ എലിഫന്റിയാസിസിനും ഹൈഡ്രോസീലിനും ഒക്കെ നല്ല മെഡിസിൻസിൽ ഒന്നാണ് നമ്മുടെ സൈലീഷ്യ. ഈ സൈലീഷ്യന്റെ അക്യൂട്ടായ പൾസാറ്റിലി ഹൈഡ്രോസീലിന് നല്ലൊരു മെഡിസിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഹോർമോൺ അല്ല ഈ നമ്മുടെ ഒരു പാർട്സ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈക്കോളജിക്കൽ ഇമ്പാക്ട് പുരുഷന്മാരിൽ ഇപ്പൊ നമ്മളെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, അതുപോലെ സ്ത്രീകളിലും ഉണ്ടാകും. ലോസ് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ എനി ഓപ്പറേഷൻ, ഹിസ്റ്റോട്ടമി ആയാലും ശരി, ഓപ്പറോട്ടമി ആയാലും ശരി, അല്ലെങ്കിൽ മാസ്റ്റോട്ടമി ആയാലും ശരി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സെപ്പിയ, കോസ്റ്റിക്കം, ആസിഡ് ഫോസ്ഫറസ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ. ഈ ലോസ് ഓഫ് ലിബിഡോ ഇൻ ഫീമെയിൽസിനകത്ത് സെപ്പിയ, കോസ്റ്റിക്കം, ആസിഡ് ഫോസ്ഫറസ്. അപ്പൊ അവർ ചിന്തിക്കുന്ന വെച്ചാൽ പലപ്പോഴും പിന്നെ ഇപ്പൊ യൂട്രസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ യൂട്രസ് പോയി കഴിഞ്ഞാൽ സെർവിക്സ് അവിടെ നിലനിർത്തിയിട്ടാണ് പോവുക, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. പക്ഷെ എന്നാലും ഈ പേഷ്യന്റിന് പിന്നെ ആകെ ആങ്സൈറ്റിയാണ്. ഇനി ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർവിക്സ് ഇല്ലേ ഉണ്ടോ എന്നുള്ള അവർക്കറിയില്ല. അപ്പൊ ഇവരുടെ വിചാരം ഇനി ഇജാക്കുലേറ്റ് കഴിഞ്ഞാൽ നേരെ വയറിന്റെ ഉള്ളിലോട്ട് പോകും. ഇങ്ങനെയുള്ള ഡോക്ടർമാരെ അനുസരിച്ച് വിസ്തീരിച്ച് പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുമില്ല. അങ്ങനെയൊക്കെ വളരെ ഭീതിതമായ അവസ്ഥകൾ. അതിനുശേഷം സെക്ഷൽ ലൈഫ് പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ള ധാരാളം സ്ത്രീകളെ എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് എല്ലാം വിത്ത് നമുക്ക് മെഡിസിൻസ് കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ലോസ് ഓഫ് പാർട്ടിന്റെ ഒരു അവയവം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞു ഈ സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂസ് പല കേസിനകത്തും ചിലപ്പോൾ ഉണ്ടാകാം. പിന്നൊന്ന് ആക്ച്വലി ഹോർമോണൽ ഇംബാലൻസ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ പിന്നെ ഒരു ഊഫ്രട്ടമി ആണെന്ന് വിചാരിക്കാം. ഓവറി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഡ്യൂസ്ഡ് മെനോപോസ്, ആർട്ടിഫിഷ്യൽ മെനോപോസ് വരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മെനോപോസ് വരുന്നു. അപ്പോൾ നമുക്ക് ഹോട്ട് ഫ്ലഷസും മെനോപോസിന്റെ സിംറ്റംസ് എല്ലാം വരും. അങ്ങനെ വരുന്ന കണ്ടീഷനകത്ത് നമ്മൾ ആക്ച്വലി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഇല്ലാതെ വരുന്നു. അപ്പൊ അവരാണെങ്കിൽ പിന്നെ ഈസ്ട്രോജൻ സപ്പോർട്ട് കൊടുക്കും, എന്നിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങും. പിന്നെ അപ്പൊ പേഷ്യൻസ് എന്ത് ചെയ്യും, ഈസ്ട്രോജൻ സപ്പോർട്ടിനെ അങ്ങോട്ട് സ്വീകരിക്കും. അപ്പൊ മെനോപോസിനുള്ള അവർ ആർട്ടിഫിഷ്യൽ ഈസ്ട്രോജൻ പിന്നെ പീൽസ് വജനിൽ വയ്ക്കാനോ ഒക്കെ കൊടുക്കാറുണ്ട്. അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. ലാസ്റ്റ് രോഗി ഇതുമായിട്ട് അഡിക്റ്റഡ്, അവർക്ക് ഈ മെനോപോസ് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവർ ഈ ഹോർമോൺ നീണ്ടുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈസ്ട്രോജൻ മറ്റുള്ള സൈറ്റ്സുകൾ, ഇപ്പൊ ബ്രസ്റ്റിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഈസ്ട്രോജന്റെ സൈഡ് എഫക്റ്റ് ഉള്ള മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്.
അപ്പൊ ഈ ഹോർമോൺ അഡിക്ഷൻസും പലപ്പോഴും ഒരു പ്രശ്നം വരാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള സിംറ്റമാറ്റിക് ആയിട്ട് അവിടെ ഒരു അവയവം ഇല്ല എങ്കിൽ നമുക്ക് മെനോപോസിന്റെ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെനോപോസിന്റെ മെഡിസിൻസ്, ഗ്രാഫൈറ്റിസ്, ലാക്ടസിസ്, ഗ്ലോണൈൻ, പിന്നെ അങ്ങനെയുള്ള മെഡിസിൻസും, അതുപോലെ ഈ യൂഫ്രക്ടമി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഊഫോർണം അല്ലെങ്കിൽ നമ്മൾ ഓവറി, പിന്നെ ഓവറി പൊട്ടൻസി ഉണ്ടല്ലോ 3x എന്നൊക്കെ പറഞ്ഞത്, അപ്പൊ ആ 3x 6x 200 ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക. തൈറോയിഡക്ടമി വരുന്ന കേസിനകത്ത് നമുക്ക് തൈറോയിഡിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സ്വന്തം കയ്യിലിരിക്കുന്ന ഒരു അവയവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും വലിയ ഒരു സംഭവം നമ്മൾ ഈ ടോട്ടൽ തൈറോയിഡക്ടമി ഒക്കെ ഉള്ള കേസിനകത്താണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കറിയാം തൈറോയിഡ്, അവർ പറയുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആജീവനാന്തകാലം തൈറോക്സിൻ കഴിച്ചാൽ മതി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾ നടക്കുന്ന, ഇപ്പൊ ഇസ്രായേലിലോ ഇറാനിലോ നടക്കുന്ന ഒരു യുദ്ധത്തിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പൊ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, 100 mg അവര് പറയുന്ന ആ യൂണിറ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നിസ്സാരം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ ഈ തൈറോക്സിൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ഒരു പിന്നെ ഗുളികയാണ്, വലിയ കോസ്റ്റ്ലി അല്ല. പക്ഷെ ഈ ഒരു ഗുളിക ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ശരിക്കും വളരെ നിസ്സാരം തോന്നുന്ന ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം കളയുകയും ചെയ്തു, പിന്നെ നമുക്ക് ഈ ഗുളിക ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് പലപ്പോഴും ടോട്ടലായിട്ട് ഒരു അവയവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ ഇതൊക്കെ മൂത്ത് ക്യാൻസർ ആകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാനാണ് ഉള്ളത്. പക്ഷെ സത്യത്തില് തൈറോയ്ഡ് ക്യാൻസറുകൾ, നിങ്ങൾ എത്ര ഡോക്ടർമാർ തൈറോയ്ഡ് ക്യാൻസറുകൾ കണ്ടിട്ടുണ്ട് എന്ന് നോക്കുക. ഞാൻ എൻ്റെ 30 വർഷത്തിന്റെ പ്രാക്ടീസിനിടയ്ക്ക് 2-3 കേസുകൾ മാത്രമേ എൻ്റെ പേഷ്യൻസിൽ തൈറോയ്ഡ് ക്യാൻസർ ആയിട്ട് മാറിയിട്ടുള്ളതായിട്ടുള്ളൂ. മറ്റതെല്ലാം അവർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും നമ്മൾ അങ്ങനെ കേസേ കാണാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ ഹോർമോൺസ് ഇല്ല, നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം വരും, എങ്ങനെയാണ് ഇത് ക്യൂർ നടക്കുന്നത്? എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ നിങ്ങൾ പൊട്ടത്തരം പറയരുത്. എന്നോട് പറയും, ഞാനോട് ഹോമിയോ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, അൺസയന്റിഫിക് ആയിട്ടുള്ള കുറെ തോട്ട്സ് ആണ്. കാരണം ഒരു ഹോർമോൺ ഇല്ലെങ്കിൽ ഹോർമോൺ കൊടുക്കാതെ നിങ്ങൾ എങ്ങനെയാണ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുക? റീസണബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. ഞാനിപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ഇവർക്ക് എങ്ങനെ ആൻസർ കൊടുക്കാൻ പറ്റും, എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? കാരണം അതിന് എന്തുകൊണ്ടാണെന്നല്ല, ശരിയായ ഉത്തരവുണ്ട്, നമ്മൾ പഠിച്ചിരുന്ന പുസ്തകങ്ങളിൽ തന്നെ ശരിയായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങള് നമ്മൾ മറന്നുപോകുന്നു. ആ വഴിക്ക് ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നുമില്ല, നമ്മൾ ഒട്ട് ചിന്തിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ മോഡേൺ സയൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അവയവം പല്ലിന്റെ ഇനാമലാണ് എന്ന് പഠിപ്പിച്ച് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടും പിന്നെ ഇത് ഉമ്മിക്കരി കൊണ്ട് തേച്ചാൽ പോകുമോ എന്ന ഒരു ചോദ്യം പോലും നമ്മൾ ഒരു ക്ലാസ്സിലും നമ്മൾ ചോദിക്കാതിരുന്നു എന്നുള്ളതാണ്. കാരണം ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അവയവമാണ് പല്ലിന്റെ ഇനാമലുണ്ട്, അത് ഉമ്മിക്കരി കൊണ്ട് തേച്ചാൽ എങ്ങനെയാ മാഷെ പോകേണ്ടത്, എന്തിനാണ് ഈ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരാളും ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ ചോദിക്കാതിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് റിവേഴ്സിബിൾ ആക്കാൻ എങ്ങനെ പറ്റും? കാരണം അവയവം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ 3 രീതിയിലാണ് ഹോമിയോപ്പതി അല്ല നമ്മുടെ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഹോർമോൺ റീപ്ലേസ് ചെയ്യുക, അത് അലോപ്പതിക്കാരെ ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ആകാം, ഇനി നാച്ചുറൽ ഹോർമോൺസ് ആകാം. ആർട്ടിഫിഷ്യൽ ഹോർമോൺസിന് കെമിക്കൽസ് മാത്രം കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ശരീരം നമ്മുടെ മനുഷ്യന്റെ പിന്നെ ഹ്യൂമൻ ഒറിജിൻ ആയിട്ടുള്ള ഹോർമോൺസ് റീപ്ലേസ് ചെയ്യും, അല്ലെ ആനിമൽസ് എന്നുള്ള ഒറിജിൻസ് ചിലപ്പോൾ ഇൻജെക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയുന്ന ഫൈറ്റോ ഈസ്ട്രജൻ പോലുള്ള ഫൈറ്റോ ഹോർമോൺസ്, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഹോർമോൺ സമാനമായിട്ടുള്ള വസ്തുക്കൾ, അങ്ങനെ ഒരു ഹോർമോൺ റീപ്ലേസ് ചെയ്യാം. മറ്റൊന്ന്, ഈ ഗ്ലാൻസ് പോയി, അതിന്റെ മേജർ ഗ്ലാൻഡിനാണ് പോയിരിക്കുന്നത്, അപ്പൊ ഈ ഗ്ലാൻഡിനെ തന്നെ പുനർജീവിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ ആരായാലും, നിങ്ങളിപ്പോ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഇത് പോസിബിൾ അല്ലല്ലോ എന്നുള്ള പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? മൂന്നാമത് ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ശരീരം തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ടോട്ടൽ ശരീരം റീക്രിയേറ്റ് ദ ഹോൾ ബോഡി. ഇത് എങ്ങനെയൊക്കെ പോസിബിൾ ആകും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ റീപ്ലേസ് ദ ഹോർമോൺസ് ഈസിയാണ് വഴി, റീപ്രൊഡ്യൂസ് ദ ഗ്ലാൻസ് അത് സെക്കൻഡ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റീക്രിയേറ്റ്, ഹൗ എ ടോട്ടൽ ബോഡി ക്യാൻ ബി റീക്രിയേറ്റഡ്, ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ ആൻഡ് വാട്ട്സ് എ ലോജിക് ബിഹേവ്. ഇതാണ് ഞാനിപ്പോൾ ആദ്യം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. കാരണം ഹോമിയോപ്പതിക്കില് എപ്പോഴും നമ്മൾക്ക് എങ്ങനെ ഹോമിയോപ്പതി മെഡിസിൻ ഒരു ഹോർമോൺ ഇല്ലാത്ത ഒരാളിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഉത്തരം അറിഞ്ഞിരിക്കുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ
നിങ്ങൾ കൃത്യമായ നമ്മൾ പഠിച്ച സയൻസ് തന്നെയാണെന്നേ അത് പക്ഷെ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാതിരുന്ന് പോയതാണ്. അപ്പൊ ആ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഏതവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് നിങ്ങൾ മറന്നുപോയ ഒരു ഫിസിയോളജിയിൽ പണ്ട് ഫസ്റ്റ് ഇയർ ഫിസിയോളജി പഠിച്ചപ്പോൾ ഉള്ള ഒരു കാര്യം ഞാൻ പറയുന്നു. എല്ലാ കോശങ്ങളില് ടോട്ടി പൊട്ടൻഷ്യൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ടോട്ടി പൊട്ടൻഷ്യൽ നിങ്ങൾ മറന്നുകൊണ്ടോ, TOTI PO സാധാരണ പൊട്ടൻസി, ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്ന ഒരു ശേഷി കോശങ്ങൾക്കുണ്ട്. അത് സസ്യകോശങ്ങൾക്കുണ്ട്, മനുഷ്യകോശങ്ങൾക്കുണ്ട്. ആ ടോട്ടി പൊട്ടൻസി ഉള്ള കോശങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയുന്നത്, ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം ഒന്ന് സൈഗോട്ടും സ്പോറുകളുമാണ്, ചെടികളുടെ സ്പോറുകൾ. എന്ന് വെച്ചാല് ഒരു കോശത്തിൽ നിന്ന് ദ ഹോൾ ക്രീച്ചർ, ഒരു ജീവൻ പൂർണ്ണമായിട്ട് ഉൽപ്പത്തി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ടോട്ടി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്ലോണിംഗ് ഒക്കെ നടത്തുന്നത്. ഒരു സെല്ലിൽ നിന്ന്, അപ്പൊ ക്ലോണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ, പക്ഷെ നമ്മൾ ഈ ക്ലോണിംഗ് ഇതുമായിട്ട് കണക്ട് ചെയ്യില്ല എന്നുണ്ട്. ഒരു കോശത്തിൽ നിന്ന് ഇപ്പൊ നമ്മൾ മറിയാമ്മ ഡോക്ടർ ഉണ്ടാക്കണമെങ്കിൽ മറിയാമ്മ ഡോക്ടറിന്റെ ഒരു കോശം മതി മറിയാമ്മ ഡോക്ടർ വേറൊരു മറിയാമ്മ ഡോക്ടർ ഉണ്ടാക്കാൻ. അങ്ങനെ നമുക്ക് യന്ത്രിനെ പോലെ കുറെ മറിയാമ്മമാരെ ഉണ്ടാക്കാം. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ ഇത് പുസ്തകത്തിലുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരു ആട്ടുകുട്ടീനെ ഉണ്ടാക്കി അതിനുശേഷം മറ്റു പല ജീവികളെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കോശത്തിൽ നിന്ന് ഒരു ഹോൾ മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുന്നതിനാണ് ടോട്ടി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൈഗോട്ടിന്റെ അതിൽ ഉൽപ്പത്തി നമ്മൾ ഫിസിയോളജി തുടങ്ങിയാണ്, നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ ആ കണ്ടീഷനകത്ത് നമ്മൾ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനിൽ വരുന്ന രീതിയുണ്ട്. ആ ഒറ്റ കോശമാണ് സൈഗോട്ട്. നിങ്ങൾക്ക് അറിയാം, അച്ഛന്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും കിട്ടുന്ന രണ്ട് ബീജങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു മേജർ സെൽ സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ട് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്കറിയാം. രണ്ടായിട്ട് പിന്നെ അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാമോ? പിന്നെ ഈ 4 പ്ലൂരി പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പോളി പൊട്ടന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത അവസ്ഥയ്ക്ക് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സാധനവും 4 തരത്തിൽ ഉള്ള കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. പറഞ്ഞല്ലോ, ഒറ്റ കോശം എന്ന് പറയുന്ന ടോട്ടി പൊട്ടൻഷ്യൽ ശേഷിയുള്ള ഒറ്റ കോശം അത് ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ ആകുമ്പോൾ പോലും ഇതിന് 4 തരം കോശങ്ങളായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന ആ ശേഷിക്കാണ് നമ്മൾ പറയുന്നത് പോളി പൊട്ടൻസി അഥവാ പ്ലൂരി പൊട്ടൻസി, പ്ലൂറൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പോളി പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഈ 4 കോശങ്ങളും അത് ഒന്ന് എക്ടോഡേം ഉണ്ടാക്കും, ഒന്ന് എൻഡോഡേം ഉണ്ടാക്കും, ഒന്ന് മീസോഡേം ഉണ്ടാക്കും, 4മത്തത് നമ്മുടെ പ്ലാസന്റൽ സെൽസ് ഉണ്ടാക്കും. ഇവയാണ് ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ജോലികൾ. അപ്പൊ ഈ പോളി പൊട്ടൻസി ആയി. ഇനി എങ്ങനെ അറിയാമോ? ഇനി അടുത്ത ഡിവിഷൻസ് ഉണ്ട്. ഇനി അത് ഈ 4 വേണ്ടി 8 ആവുന്നു, 8 16 ആവുന്നു, പിന്നെ 32 ആവുന്നു, പിന്നെ 64 ആവുന്നു. അങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷെ ഈ 64 ആകുമ്പോഴേക്കും പിന്നെ ഈ കോശങ്ങൾക്ക് യൂണിപൊട്ടൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. യൂണിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സാധനത്തിലോട്ട് മാറുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗൻ മാത്രം ഉണ്ടാകാവുന്ന ഡിവിഷൻ ഈ 64 ആയിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ആ ഓരോ കോശങ്ങളും ഓരോ അവയവമായിട്ട് മാറുകയാണ്. ഒരെണ്ണം വളർന്ന് ലിവർ ഉണ്ടാവുന്നു, ഒരെണ്ണം വളർന്ന് ഹാർട്ടിന്റെ സാധനങ്ങൾ ഉണ്ടാവുന്നു, ഒരെണ്ണം ബോണായിട്ട് മാറുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ടോട്ടൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം 78 ആണെന്ന്, ഏകദേശം 78 എന്നാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ അവയവങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബേസിക് ആയിട്ട് ഈ കോശങ്ങൾ യൂണിപൊട്ടന്റ് ആയി കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്ക് ആ ഒറ്റ പ്രത്യേകത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കോശങ്ങൾക്ക് വളർന്നു വന്നിട്ട് ആ ടോട്ടി പൊട്ടൻഷ്യലുള്ള ഒരു കോശത്തിൽ നിന്ന് ഈ പോളി പൊട്ടൻസിയുള്ള 4 തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാവുന്ന ഒരു കോശങ്ങൾ ഉണ്ടാവുന്നു. ആ കോശത്തിന് പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിപൊട്ടൻസി ഒന്നായിട്ട് മാറുന്ന ഒരു കോശം ഉണ്ടാവും. ഇതിൽ നിന്ന് ഒരു കോശം എടുത്തിട്ട് വീണ്ടും ഇതിനെ റിവേഴ്സ് ചെയ്യാനും പറ്റും. ഈ ഒരു കോശത്തിൽ നിന്ന് റിവേഴ്സ് ചെയ്യാനും പറ്റും. ഈ റിവേഴ്സ് ചെയ്യാനുള്ള ഗവേഷണങ്ങൾ താരതമ്യേന കുറച്ച് കുറവാണ് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരു ക്ലോണായിട്ട് ഒരു ആടിനെയാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ ആടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോശമാണ് എടുത്തത്. അപ്പൊ കോശത്തിന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഏത് കോശത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും, എന്ന് വെച്ചാൽ യൂണിപൊട്ടന്റ് ആയിട്ടുള്ള ഒരു കോശത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇവ ടോട്ടി പൊട്ടൻ സൗകര്യങ്ങൾ, അതിനുള്ള എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവ തിരിച്ച് നമുക്ക് ഈ ഒരു മനുഷ്യനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാഡത്തിന് ആദ്യം മൊത്തത്തിലുള്ള മാഡത്തിന് ഒരു കോശത്തിന് കിട്ടൂല്ലോ. ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്ന് ഒരു കോശം എടുക്കാനല്ലേ പറ്റുള്ളൂ. തിരിച്ച് വീണ്ടും നമുക്ക് മറിയാമ്മ ഡോക്ടറെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇതിനകത്ത് ഇത് ഇപ്പോൾ സസ്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടാവുന്നത്. നമ്മൾ കാണുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ വാഴ നമ്മൾ കാണുന്ന സാധനമല്ലേ. അപ്പൊ അവിടെ ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാല് ഒരേ തരം പ്രവർത്തിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടാണ് ടിഷ്യൂ.
അപ്പൊ അവിടുന്ന് നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കൊല തിന്നുന്നു. അപ്പൊ ഇനി ഇപ്പൊ വരുന്നുണ്ട് ഗവേഷണങ്ങൾ അമേരിക്കയിലൊക്കെ നടക്കുന്നുണ്ട്, വെജിറ്റേറിയൻസ് തിന്നാൻ വേണ്ടിയിട്ട് നല്ല മീറ്റ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? വെജിറ്റേറിയൻസിന് ഇത് കൊല്ലുന്നതിനുള്ള വിഷമമാണല്ലോ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന വെജിറ്റേറിയൻസിന്റെ കാര്യമാണ് പറയുന്നത്. മാംസം കഴിക്കാത്തത് ഒരു ജീവിനെ കൊല്ലണം എന്നുള്ളതാണ്. അതിന് കൊല്ലണ്ട, ലിവറിൽ നിന്ന് എടുത്ത കുറച്ച് ടിഷ്യൂസ് വളർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലിവർ മാത്രം ഉണ്ടാവും. ലിവർ ഫ്രൈ അടിക്കുക, ഒരു കുഴപ്പമില്ല. കാരണം ആ ഒരു ജീവിനെ കൊന്നു എന്നുള്ള സങ്കടം വേണ്ട. അപ്പൊ ഒരു മസിലാണെങ്കിലും മസിൽ മാത്രം എടുത്തിട്ട് മസിൽസ് മാത്രം, ജീവനുള്ള മസിൽസ് മാത്രം ഉണ്ടാവും. പക്ഷെ വേറെ ഒന്നുമില്ല, ഇറച്ചി മാത്രം നമുക്ക് തിന്നാൻ പറ്റും എന്നുള്ള രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് വിദേശത്തൊക്കെ. ഇതുപോലെ തന്നെ ഈ രീതിയിൽ ജീവനെ കൊല്ലാതെയുള്ള മീറ്റുകൾ, പാർട്സ് ആയിട്ടുള്ള മീറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഗവേഷണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇതിനെയും നമ്മുടെ മെഡിസിനുമായിട്ട് കണക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരു കോശത്തിൽ നിന്ന് നമ്മുടെ മൊത്തം ശരീരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ശരീരം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവയവം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും ഇവന് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റും. ഓൺലി തിങ് ഈസ് ദാറ്റ് അതിന് പ്രൊവൈഡ്, നമ്മൾ ഈ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുള്ളൂ, ഒരു ക്ലോൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു കോശങ്ങളെ അതിന് അനുയോജ്യമായ ഒരു മീഡിയത്തിൽ വളർത്തണം എന്നുള്ളത് മാത്രമാണ്. ടിഷ്യൂ കൾച്ചറിന് അങ്ങനെയാണ് ചെയ്യുക. ഇൻഫെക്ഷൻ വരാത്ത അതിനകത്ത് ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് വളർന്ന് വികസിക്കാനുള്ള ഒരു മീഡിയത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ കോശം അവിടെ നിന്ന് വളർന്നു. നമ്മുടെ സ്വന്തം ശരീരമാണ് നമ്മുടെ കോശങ്ങൾക്ക് വളരാൻ ഏറ്റവും നല്ല മീഡിയം, യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, വിരൽ മുറിഞ്ഞു പോയ ഒരാളുടെ വിരലെടുത്തിട്ട് ദേഹത്ത് ഒട്ടിച്ചു വെച്ചു, ദേഹത്തിന് ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ചു. കുറെ കഴിഞ്ഞിട്ട് ആ വിരലെടുത്തിട്ട് അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ അടുത്ത ദിവസം ഒരാണ്ട് ഒരുത്തിന്റെ മൂക്ക് ഇവിടുന്ന് മുറിഞ്ഞു പോയിട്ട് അയാൾ നെറ്റിയിൽ അങ്ങോട്ട് മൂക്ക് ഫിറ്റാക്കി. ഇന്നലെ മിനിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുറെ ദിവസങ്ങളിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് അവരുടെ നെറ്റിയിൽ ആ മൂക്ക് ഫിറ്റാക്കി വെച്ചു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അനുയോജ്യമായ സമയം ഇവിടുത്തെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ നെറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി വെച്ചു. അപ്പോ ഇതിന് ഒപ്റ്റിമം എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല മീഡിയം. ഇങ്ങനെ ഒരു മീഡിയത്തിനകത്ത് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ശക്തമാണെങ്കിൽ എനിത്തിങ് ക്യാൻ പോസിബിൾ. അതിന് ഈ ഹോമിയോപ്പതി മെഡിസിൻ സഹായിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് പല ഡോക്ടർമാരും, ഡോക്ടർ ഇതൊന്നും മാറൂല, എങ്ങനെ മാറാനോ സാറേ, ഇപ്പൊ വെരിക്കോസ് വെയിൻ ഇങ്ങനെ വളഞ്ഞു എന്നോടൊരു ഒരു സീനിയർ ഡോക്ടർ ചോദിച്ചാണ്, ഇങ്ങനെ വളഞ്ഞു ഇത് എങ്ങനെ റിവേഴ്സ് ആക്കുന്ന നിങ്ങൾ പറഞ്ഞു. ഞാൻ റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. വലിയ വിരലിന്റെ വലിപ്പത്തിൽ വളഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ റിവേഴ്സ് ആയി. ഇത് എങ്ങനെ പോസിബിൾ എന്ന് പറഞ്ഞാൽ എനിത്തിങ് പോസിബിൾ. ദ ഓൺലി കണ്ടീഷൻ ഈസ് ദാറ്റ് മെഡിസിൻ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. വൈറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ, കാരണം നമ്മുടെ ശരീരത്തിലെ മൊത്തം കോശങ്ങൾ പോലും ഇത്ര വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആള് മാറി. നമ്മുടെ ദേഹത്തുള്ള ഒരു കോശം പോലും കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ ദേഹത്ത് ഇല്ല എന്നുള്ളത് വേറൊരു ഞാനാണ്. എന്റെ ബുദ്ധി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ തലച്ചോറിലടക്കം കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ വാദിക്കാനും സംസാരിക്കാനും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുക. ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന നമ്മുടെ കോശങ്ങളുടെ ശേഷിയെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ പോളിപൊട്ടൻസി ഉള്ള കോശങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാവുന്ന റിസർച്ചുകൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയിരുന്നു. അപ്പോൾ പോളിപൊട്ടൻസി റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് 2009 നടത്തിയിട്ടുള്ള ഒരു ഗവേഷണത്തിന്റെ പേപ്പർ, ഫീറ്റൽ ജെം സെൽസ് സ്ട്രൈക്കിംഗ് ബാലൻസ് ബിറ്റ്വീൻ പ്ലൂറിപൊട്ടൻസി ആൻഡ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഡെവലപ്മെന്റ് ബയോളജി അതിന്റെ 53ാമത്തെ എഡിഷൻ 393ാമത്തെ പേജിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഗവേഷണങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ തന്ത്രപൂർവ്വം നമ്മളിതൊന്നും അറിയിക്കാൻ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നില്ല. രണ്ട്, നമ്മളിതൊന്നും അറിയാനൊക്കെ ശ്രമിക്കുന്നുമില്ല. ഇപ്പൊ ഹോമിയോപ്പതി മെഡിസിൻ ഒരു റിവേഴ്സിബിൾ അല്ല എന്ന് അലോപ്പതിക്കാർ പറയുന്ന ഒരു കണ്ടീഷനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോശത്തിൽ നിന്ന് മൊത്തം മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലാണോ ഒരു കഷ്ണം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്? അപ്പൊ ഇറ്റ് ഈസ് പോസിബിൾ. ഇനി ഞാൻ പറഞ്ഞു, അപ്പൊ മൊത്തം മണ്ണിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ മരിച്ചുപോയ ശ്രീകുമാർ ഡോക്ടറിന്റെ ഒരു കേസുണ്ട്. ശ്രീകുമാർ ഡോക്ടർ ഒരു കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ യൂട്രസ് ഇല്ലാതെ എത്രയോ തവണ സ്കാൻ ചെയ്ത റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ മെഡിസിൻ കൊടുത്തിട്ട് ആ കുട്ടിക്ക് യൂട്രസ് ഡെവലപ്പ് ചെയ്ത് വന്നതിന്റെ ഫീച്ചേഴ്സ് അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു. കുറെ ഡോക്യുമെന്റ്സ് സാറിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അത്ഭുതങ്ങൾ പോസിബിൾ ആണ്. പക്ഷെ എന്താ പറയാ, അദ്ദേഹത്തിന് ആയുസില്ലാതെയായിപ്പോയി എന്നുള്ളതാണ് വേറെ സംഘം. അപ്പം രണ്ടാമത് ഞാൻ അടുത്ത ദിവസം അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഈ ഹോർമോൺ ഉള്ള അവയവം മാറ്റി മറ്റൊരു ഹോർമോൺസ് ശരീരം എങ്ങനെ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ മൊത്തം ഒന്നും മാറ്റുന്നില്ല, ഒരു ഹോർമോൺ മാത്രമായിട്ട് നമുക്ക് അതർ ഹോർമോൺ സോഴ്സുകൾ എങ്ങനെ. അപ്പോ മറ്റൊരു ഭാഗത്തുനിന്ന് ഹോർമോൺ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മോഡേൺ മെഡിസിൻ പെട്ടെന്ന് സമ്മതിക്കില്ല. പേര് നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇൻസുലിൻ പാൻക്രിയാസ് അങ്ങ് എടുത്തു കളഞ്ഞു, പാൻക്രിയാസ് ഇല്ലാതെ ഈ രോഗി ജീവിക്കുമോ? ഒരു ജീവിക്കില്ല. ഇൻസുലിൻ കൊടുത്തില്ല, ആള് തട്ടിപ്പോവും.
ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസിനകത്ത് നിങ്ങൾക്ക് അറിയാം ഇൻസുലിൻ ബീറ്റ സെൽസ് ഇല്ല എന്നുള്ളതാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു 8ാമത്തെ വയസ്സ് 8-9 വയസ്സൊക്കെ ആകുമ്പോഴാണ്. 10-12 വയസ്സിലൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. 8-9 വയസ്സാകുമ്പോൾ തന്നെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. എങ്ങനെ ഈ കുട്ടി 9 വയസ്സിൽ ജീവിച്ചു? അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. അത് നമ്മൾ അല്പം ഈ ഡോക്ടർമാർ അവരോട് ചോദിക്കുക, എങ്ങനെ കുട്ടി 9 വയസ്സിൽ ജീവിച്ചു? ഈ സാധനം ആദ്യം ഇല്ല എന്ന് ഇവർ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി 9 വയസ്സിൽ ജീവിച്ചത്? അപ്പൊ വേറെ എവിടെയോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല. അങ്ങനെ ഉണ്ട് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഇതുപോലെ സൗകര്യപൂർവ്വം നമ്മൾ ആ ഭാഗമേ പിന്നെ തുറന്നിട്ടില്ല. നിങ്ങള് കാഴ്സിനോട് ട്യൂമർ എന്ന് പറയുന്ന ട്യൂമറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറയുമെങ്കിലും ഓർമ്മയുണ്ടോ? കാഴ്സിനോട് ട്യൂമർ എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ട്യൂമേഴ്സ് ആണ്. എന്ന് വെച്ചാല് ഒരു ട്യൂമർ ഉണ്ടാവുന്നു, അത് മറ്റ് പല ഭാഗത്തും ഉണ്ടാവാം, ലങ്സിലും പിന്നെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാകുന്ന ഈ ട്യൂമറുകൾ ഹോർമോണുകൾ ഉണ്ടാക്കുന്നു. അതിനാണ് കാഴ്സിനോട് ട്യൂമർ എന്ന് പറയുന്നത്. ഹോർമോൺ പ്രൊഡ്യൂസിങ് ട്യൂമർ എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ട്യൂമറിന് സ്വന്തമായിട്ട് തോന്നുന്ന പോലെ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശരീരം വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോശങ്ങളെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവർ ഹോർമോൺ ഉണ്ടാക്കൂലേ? അപ്പോ ഇങ്ങനെ മറ്റ് ശരീരഭാഗങ്ങളിലും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് ഇൻസുലിനെ കുറിച്ച് പറയുമ്പോൾ ഇൻസുലിന്റെ പ്രൈമറി സോഴ്സ് ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസ് ആണ്. പക്ഷെ സെക്കൻഡറി സോഴ്സ് ഉണ്ട്. നിങ്ങൾ ഒരു പുസ്തകം തുറന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇൻസുലിൻ എന്ന് നമ്മൾ പുസ്തകത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻസുലിൻ എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇൻസുലിൻ ഈസ് പ്രൈമർലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബീറ്റ സെൽസ്. അപ്പൊ പ്രൈമർലി എന്നുള്ള വാക്ക് അവിടെ ചേർക്കണം, സെക്കൻഡറി എന്നുള്ള വാക്ക് അവിടെ ഉണ്ടല്ലോ. അപ്പൊ സെക്കൻഡറി എവിടെയെന്ന് പിന്നെ നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല. അല്ല, പഠിച്ചില്ല ഞാൻ ഒരു വരി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻസുലിൻ എന്ന് പറഞ്ഞാല് അത് 2 സോഴ്സ് ഉണ്ട്. ഒന്ന് ആൽഫ സെൽസ് ഉണ്ട്, പാൻക്രിയാസിൽ ആൽഫ സെൽസ്, അവർ ഗ്ലൂക്കോഗോൺ എന്ന സാധനം ഉണ്ടാക്കുക. ഡെൽറ്റ സെൽസ് ഉണ്ട്, അവർ സൊമറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉണ്ടാക്കുക. അപ്പോ ബീറ്റ സെൽസ് ഇല്ല എങ്കിലും മറ്റു കോശങ്ങൾ ഉണ്ടെങ്കിലും ഈ ഇൻസുലിൻ കിട്ടും. ഇനിയിപ്പോ ഇതൊന്നും അല്ലാത്ത കോശങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകൾ, കാരണം അത് ഏതൊക്കെയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഇനി കൂടുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ടെസ്റ്റിസ്റ്റെറോൺ ടെസ്റ്റിസ് എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിസ് ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ടെസ്റ്റിസ്റ്റെറോൺ. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയെങ്കിലും സെക്കൻഡറി സോഴ്സുകൾ ഉണ്ടോ? അന്വേഷിച്ചു നോക്കുമ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് ടെസ്റ്റിസ്റ്റെറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രീനൽ ഗ്ലാൻസ് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്രിനൽ ഗ്ലാൻസ് ആണല്ല നമ്മളെ വൃക്കേന്റെ മുകളിലുള്ള സാധനം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ജനങ്ങള് കിഡ്നി ആണ് ടെസ്റ്റിസ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പലപ്പോൾ ലേമൻസ് അങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ പറയാറുണ്ട്. അപ്പോ ടെസ്റ്റിസ്റ്റെറോൺ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. കിഡ്നീന്റെ അഡ്രിനൽ ഗ്ലാൻസിൽ നിന്ന് ടെസ്റ്റിസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ് തൈറോക്സിൻ. നിങ്ങൾക്കറിയാം, തൈറോക്സിനുണ്ട് ഇതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സുകൾ. പ്രൈമറി സോഴ്സ് തൈറോയ്ഡ് ഗ്ലാൻഡ്, സെക്കൻഡറി സോഴ്സ് T4 is also produced in the liver and anterior pituitary എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും വേണമെങ്കിൽ ലിവറും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും ആ ഒരു റീജിയൻ വികസിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺസ് ഒരുപക്ഷെ കിട്ടി എന്നിട്ട് വരാം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ഒരു ഓർഗൻ മാത്രമായിട്ട് പല ശരീരത്തിന് ആവശ്യമുള്ള ഓരോ ഓർഗനും ആ ഒരു പ്രൈം സൈറ്റ് ഉണ്ട്, പക്ഷെ സെക്കൻഡറി സൈറ്റുകൾ ഉണ്ടാവും. പല ഓർഗൻസും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അതൊക്കെ സൗകര്യപൂർവ്വം മറന്നുപോയി. ഇപ്പൊ നമ്മൾ നോക്കിയത് സലൈവറി ഗ്ലാൻസ് പരോട്ടിഡ് ഉണ്ട്, സബ്മാൻഡിബുലർ ഉണ്ട്, സബ്ലിംഗുൽ ഉണ്ട്. ഇതെല്ലാം കൂടാതെ മൈനർ സലൈവറി ഗ്ലാൻസ് ത്രൂ ഔട്ട് ദ മൗത്ത് ആണ്. എന്ന് വെച്ചാൽ ചെറിയ സലൈവ ഉണ്ടാക്കാൻ പറ്റുന്ന, വായന്റെ ഈർപ്പൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പറ്റുള്ള മൈനർ സലൈവറി ഗ്ലാൻസ് പറഞ്ഞാൽ വാ നിറച്ചുണ്ട്. ഇതിനെ നമ്മൾ പിന്നെ അങ്ങോട്ട് തീർത്തങ്ങോട്ട് മറന്നു. നമ്മൾ മാൻഡിബുലർ, നമ്മൾ മംസ് വരുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ചിന്തിക്കുന്നതുകൊണ്ട് പരോട്ടിഡിനെ കുറിച്ച്, സബ്മാൻഡിബുലറിനെ, സബ്ലിംഗുലിനെ കുറിച്ചിട്ടൊക്കെ ഓർക്കും, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മറന്നു പോകും. സൈനസ് എത്ര ഉണ്ടെന്ന് ആലോചിച്ചേ. സൈനസ് ഇതുപോലെ മാക്സിലറി ഉണ്ട്, ഫ്രണ്ടൽ ഉണ്ട്, എത്മോയിഡ് ഉണ്ട്, സ്ഫിനോയിഡ് ഉണ്ട്. 4 എണ്ണം ഉണ്ട്. അതിൽ മാക്സിലറി ആണ് ഏറ്റവും വലുത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോ പ്രൈമറി സോഴ്സ് മാത്രമല്ല, സെക്കൻഡറി സോഴ്സുകൾ ഉണ്ട്. നിങ്ങളുടെ മെഡിസിൻസ് അവർ സർജറി ചെയ്ത് അവർ പ്രൈമറി സോഴ്സിനെ മാറ്റി കഴിഞ്ഞാലും നമുക്ക് സെക്കൻഡറി സോഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറ്റും. ഇപ്പോ നമ്മുടെ വാൽഡേഴ്സ് റിങ് നിങ്ങൾക്കറിയാലോ, അഡിനോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ
തൊണ്ടയിൽ അറിയാലോ, ലിംഫോ ടിഷ്യൂ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ പാലറ്റൈൻ ടോൺസിൽ ഉണ്ട്, അതിനാണ് നമ്മൾ അഡിനോയിഡ്സ് എന്നൊക്കെ പറയാം. പാലറ്റൈൻ ടോൺസിൽ, പിന്നെ ലിംഗൽ ടോൺസിൽ, പാരിഞ്ചൽ ടോൺസിൽ ഉണ്ട്. ഇതൊന്നും കൂടാതെ ട്യൂബൽ ടോൺസിൽ എന്ന് പറഞ്ഞതും ഈ മാൾട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധ നമ്മൾ എപ്പോഴും കാണുന്ന അഡിനോയിഡ്സ് എന്ന് പറയുന്ന പാലറ്റൈൻ ടോൺസിനകത്തും പാരിഞ്ചൽ ടോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ടോൺസിനകത്തും ലിംഗൽ ടോൺസിൽ കുറച്ച് ഉള്ളിലാവണം, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇവിടെയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ. അപ്പൊ ഇതങ്ങ് മുറിച്ചു കളഞ്ഞെന്ന് ഓർത്തിട്ട് നമ്മുടെ ശേഷി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ് തകരുന്നില്ല. മറ്റുള്ളത് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക. അല്ലാണ്ട് അവർ കയ്യിലിരിക്കുന്ന സാധനം മുറിച്ചു കളഞ്ഞു എന്ന് ഓർത്തിട്ട് എല്ലാം നശിച്ചു പോയി എന്ന് കരുതരുത്. ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻ കൊണ്ട് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡറി സൈറ്റ്സുകളെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, ശരീരത്തിൽ ഒരു പ്രശ്നമില്ലാണ്ടാക്കാൻ പറ്റും. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും നമ്മുടെ ലാക്ടസിസും അല്ലെങ്കിൽ നമ്മുടെ സെപ്പിയയും ഗ്രാഫൈറ്റിസും ഒക്കെ കൊടുക്കുമ്പോൾ മെനോപോസൽ സിൻഡ്രോം പോലുള്ള സാധനങ്ങൾ മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് നടക്കുമ്പോൾ നമുക്ക് കുറിച്ചും ഹോമിയോപ്പതിന് ശരിക്കുള്ള രീതിയിൽ അതിന്റെ പോസിബിലിറ്റി ഇതാണ്. ഇങ്ങനെയുള്ള ഇതെല്ലാം പോസിബിൾ ആണ്. ഇനി ഞാൻ പറഞ്ഞു, ഇനി മൂന്നാമത്തെ വഴിയാണ് പറഞ്ഞത്. ഈ ഹോർമോൺ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോട്ടി പൊട്ടൻഷ്യൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻസിന്റെ വീണ്ടും അത് റീജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത് അലോപ്പതിക്കാർ ഈസ്ട്രോജൻ തന്നെ കൊടുക്കുമ്പോൾ സസ്യങ്ങളിലുണ്ടാവുന്ന ഫൈറ്റോ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഡയറ്ററി ഈസ്ട്രോജൻസ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഹോർമോൺസ് എന്ന് വെച്ചാൽ ഹോർമോൺ ലൈക്ക് ഫുഡ് സബ്സ്റ്റൻസസ് നമുക്ക് ലഭ്യമാണ്. അപ്പൊ അവയെ കുറിച്ചിട്ടും നിങ്ങൾ ഓരോ ഹോർമോണിനെ കുറിച്ചും ആ ഹോർമോൺ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക. അപ്പൊ അതിന് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് ക്ലാസ് കൊണ്ട് കഴിയില്ല. അപ്പൊ ഈ ഫൈറ്റോ ഈസ്ട്രോജൻ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മെനോപോസൊക്കെ ആയി ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഓഫറക്ടമി ഒക്കെ നടത്തി പിന്നെ ഈ മെനോപോസൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഫൈറ്റോ ഈസ്ട്രോജൻസ് നമുക്ക് കൊടുക്കാം. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ സോയാബീൻ ആണ്. സോയാബീനും സോയാ പ്രോട്ടീൻസ്. പിന്നെ റെഡ് ക്ലോവർ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അത് ഫൈറ്റോ ഈസ്ട്രോജൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് പറയുന്നത്. റെഡ് ക്ലോവർ എന്നുള്ള മെഡിസിനിൽ ഹോമിയോപ്പതിയിൽ ഒരു മെഡിസിൻ ഉണ്ട്, അത് ട്രൈഫോളിയം പ്രട്ടൻസ് ആണ്. ട്രൈഫോളിയം പ്രട്ടൻസ് നമ്മൾ എക്സൈസ് സലൈവേഷൻ ഒക്കെ കൊടുക്കുന്ന സലൈവറി ഗ്ലാൻഡിന് തകരാറിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് റെഡ് ക്ലോവർ, ട്രൈഫോളിയം പ്രട്ടൻസ്. അപ്പൊ ട്രൈഫോളിയം പ്രട്ടൻസ് ഒരു ഡയറ്ററി ഈസ്ട്രോജൻ ആണ്. അപ്പൊ നമ്മൾ മെനോപോസൊക്കെ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഈ ട്രൈഫോളിയം പ്രട്ടൻസ് പൊട്ടൻഡൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസ്ട്രോജൻ, ഈ ഫൈറ്റോ ഈസ്ട്രോജൻ എന്നുള്ള രീതിയിൽ കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ ഗവേഷണങ്ങൾ ഭയങ്കര രസമാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ നീണ്ടുപോയി, ഇപ്പൊ തന്നെ 10-21 എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. ഈ ഫൈറ്റോ ഈസ്ട്രോജൻ കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാസ്റ്ററാണ്. അപ്പൊ ആ പാസ്റ്ററിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ തോട്ടത്തിനകത്ത് പിന്നെ ഒരു മലാല അവിടെ അദ്ദേഹം കന്നാലികളെ വളർത്തുമായിരുന്നു. അപ്പൊ ആ കന്നാലികൾക്കൊന്നും ഈ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അവര് ഇങ്ങനെ അന്യം നിന്ന് പോവാണ്, പശുക്കൾക്കൊന്നും പ്രസവിക്കുന്നില്ല. അപ്പൊ എന്താണ് സംഭവം എന്നുള്ള അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഈ പിന്നെ റെഡ് ക്ലോവർ എന്ന് പറയുന്ന ഈ പ്ലാന്റിന്റെ ചെടി കഴിക്കുന്ന സമയത്ത് ഈ പശുക്കൾക്ക്, അങ്ങനെയാണ് ഈ പശുക്കൾ ഇത് കഴിക്കുന്ന, അത് വളരുന്ന സീസണുകളിലാണ് ഈ പശുക്കൾക്ക് ഈ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ പാലൊക്കെ മര്യാദക്ക് കിട്ടും, കാരണം ഈസ്ട്രോജൻ ഒക്കെ ഉള്ളത് കൊണ്ട് പാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതില്ലാത്ത തോട്ടങ്ങളിലോട്ടൊന്ന് മാറ്റി നടത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രകൃതി തന്നെ സസ്യബുക്കുകളുടെ എണ്ണം കൂടി ഇവിടുത്തെ ഭൂമിയിലെ ഹരിതാപം മുഴുവൻ നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് അത്ര ഈ ഫൈറ്റോ ഈസ്ട്രോജന്റെ ലഭ്യത എന്ന് ഗവേഷണ പഠനങ്ങളുണ്ട്. നെറ്റിൽ നോക്കിയാൽ മതി, ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഓർഗൻ സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സൈക്കോളജിക്കൽ പ്രശ്നം പറഞ്ഞു, 2 ഒരു ഹോർമോണൽ പ്രശ്നങ്ങൾ ഉള്ള ആ ഒരു അവയവം നഷ്ടപ്പെട്ടാലുള്ള യഥാർത്ഥത്തിലുള്ള അതുകൊണ്ടുണ്ടാകുന്ന ഹോർമോണൽ അവയവമാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നു. 3-മത്തത് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു അവയവം പോയി എന്നുള്ളത് കൊണ്ട് മനസ്സിൽ തോന്നുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭംഗി നശിച്ചു എന്ന് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അലോപ്പതിയിൽ ഇപ്പൊ ചെയ്യുന്ന അവര് അതിനെക്കുറിച്ച് വേറൊരു അവയവം പ്രോസസ്സസ് പിടിച്ചിട്ട് പ്ലാസ്റ്റിക് അല്ല എന്തെങ്കിലും ഒരു പ്രോസസ് വെച്ചിട്ട് അത് പിന്നെ മേക്കപ്പ് ചെയ്യാണ്. ബ്രസ്റ്റിനൊക്കെ നമുക്ക് പ്രോസസ്സസ് വെക്കാറുണ്ട്, അതേ രീതിയിൽ വയ്ക്കുക.
പക്ഷെ ഹോമിയോപ്പതിയിൽ അതിനും പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പ്ലാസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്ന ഹോമിയോപ്പതിയിലെ JP കള്ളാവർഡിന്റെ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ഹോമിയോപ്പതിക് മെഡിസിൻസ്, പ്ലാസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിസിറ്റി പോലൊരു സാധനമാണ്, രൂപമാറ്റം വരുത്താവുന്നതാണ്. അത് ഹോമിയോപ്പതിയിൽ കുറേ മെഡിസിൻസ് ഉണ്ട് നമ്മളുടെ രൂപമാറ്റം വരുത്താൻ സഹായിക്കുന്നത്. പ്ലാസ്റ്റിക് മെഡിസിനെ കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ് എടുത്തിരുന്നു IFPHന്റെ തുടക്കകാലങ്ങളിലാണ്. അപ്പൊ ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോസ് ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വീണ്ടും ഒന്ന് പറയാം. കാരണം സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ക്ലാസ് ഇതുകൂടി തീർക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ മെഡിസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞുതരാം, സർജറിന്റെ അടുത്ത വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയേഷന്റെ കീമോയിന് സൈഡ് എഫക്റ്റ് ആണ്. അതിനോട് മെഡിസിൻ പറയാൻ വേണം, അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം. അപ്പം കീമോതെറാപ്പിന്റെ പ്രശ്നങ്ങൾക്ക്, കീമോതെറാപ്പിന്റെ ഭാഗമായിട്ട് വീക്ക്നെസ്സും വോമിറ്റിങ്ങും ബേണിംഗ് സെൻസേഷനും ഒക്കെ ഉണ്ടാവും. ഏറ്റവും ദ ക്ലാസ് മെഡിസിൻ എന്ന് പറയുന്നത് കാഡ്മിയം സൾഫാണ്. ആഴ്സാൽബ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. എന്ന് വെച്ചാൽ ട്രൈ ഓഫ് ബേണിംഗ് മിക്കവാറും എല്ലാം പറ്റും. ആഴ്സാൽബ്, ഫോസ്ഫറസ്, സൾഫർ ഒക്കെ ഉൾപ്പെടും. പിന്നെ കാഡ്മിയം സൾഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ. പിന്നെ അധികം ഇവരുടെ കൂടെ ഈ നോസിയ ആൻഡ് വോമിറ്റിംഗ് നല്ലോണം ഉണ്ടാവും. അങ്ങനെയുള്ള കേസിനകത്ത് നക്സോമിക്കയും ഇപ്പിക്കാക്കുമാണ്. ഗ്യാസ്ട്രിക് ഇറിറ്റബിലിറ്റി, ചൈന, ഫോസ്ഫറസ് ഇവയൊക്കെയാണ് ഏറ്റവും നല്ല മെഡിസിൻസ് ഉണ്ടാവുക. റേഡിയേഷന്റെ സൈഡ് എഫക്ട്, റേഡിയേഷനകത്ത് ഏറ്റവും നല്ലത് എക്സ്റേ, റേഡിയം ബ്രോമൈഡ്, സോൾ നമ്മൾ ഇമ്പോർട്ടറബിൾ സൂര്യപ്രകാശത്തിന് ഉണ്ടാക്കുന്നത് സമ്മർ മെഡിസിൻ ആണ്. എന്നോട് ധനേഷ് സാറ് പറഞ്ഞു സമ്മർ കംപ്ലൈൻസിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തുകൂടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇതങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്റെ സമ്മർ മെഡിസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്രൽ കാർബും സോളുമാണ്. അപ്പൊ എക്സ്റേ, റേഡിയം ബ്രോമൈഡ്, സോൾ, കാൽക്കേരിയ ഫ്ലൂർ, ഫ്ലൂറിക് ആസിഡ്, ഫോസ്ഫറസ്, ആന്റിക്രൂഡ്. ആന്റിക്രൂഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, തീയുടെ ചുറ്റും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്നാണ് പറയാറുള്ളത്. അത് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രൈബൽസ് ഒക്കെ ഈ തണുപ്പ് കാലത്ത് തീ കൂട്ടിയിട്ട് അതിന് ചുറ്റുമൊക്കെ കിടന്നുറങ്ങും. അവർക്ക് തലവേദനയൊക്കെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഡിസിൻ ആന്റിക്രൂഡാണ്. ഈ പിന്നെ നമ്മളെ വെയിൽ കൊണ്ടിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് ഉടനെ വെയിൽ കൊള്ളുക, വാട്ടർ തീം പാർക്കിൽ കുളിച്ചു കഴിഞ്ഞാൽ തലവേദന വരും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനകത്ത് ആന്റിക്രൂഡാണ് നല്ല മെഡിസിൻ. റേഡിയേഷൻ നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ അന്ന് കൊറോണ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മാസ്റ്റർ മെഡിസിൻ ആണ് റേഡിയേഷന് മറ്റൊരു ഏറ്റവും നല്ല മെഡിസിൻ. അത് അങ്കേരിയ ടോമൻഡോസ. അങ്കേരിയ, UNCAREA, അങ്കേരിയ ടോമൻഡോസ എന്ന മെഡിസിൻ ആയിരുന്നു കൊറോണയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി ഞാൻ ഉപയോഗിച്ചിരുന്നത്. പലരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റ്സ് ക്ലോ എന്ന് പറയുന്നൊരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതാണ് കീമോതെറാപ്പിക്കും റേഡിയേഷൻ പോയിസണിങ്ങിനും ഒക്കെ ഏറ്റവും നല്ല മെഡിസിൻ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ ഇതിൽ നമ്മളെ ഈ ഒരു പോസ്റ്റ് സർജിക്കൽ വേൾഡ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ലോസ് ഓഫ് ബ്ലഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ചൈന ആസിഡ് ഫോസ്, കാലികാർബ് ഉപയോഗിക്കും. കീലോയിഡ് ഒരു വലിയൊരു പ്രശ്നം വരാറുണ്ട്. അതിനകത്ത് കാൽക്കേരിയ ഫ്ലൂർ, തയോസിലാമിൻ ആസിഡ് ഫ്ലൂർ. ഞാൻ മുമ്പൊരിക്കും എൻ്റെ അമ്മയുടെ കേസ് പറഞ്ഞിരുന്നു. പോസ്റ്റ് ഓപ്പറേഷണൽ വാർഡ്സ്, പിന്നെ ധാരാളം വാർഡ്സ് ഒരിക്കലും അമ്മയുടെ ഹിസ്റ്റോട്ടമിക്ക് ശേഷം വന്നിരുന്നു. സ്റ്റാഫിസാഗ്രിയ കൊടുത്തിട്ടാണ് ഞാൻ മാറ്റിയത്. സ്റ്റാഫിസാഗ്രിയ കുറെ ഒരു വൈഡ് റേഞ്ച് ഉള്ള മെഡിസിൻ ആണ്. പിന്നെ ചിലപ്പോൾ ഇതിന്റെ ഉള്ളില് ഇന്നത്തെ പോലെ കത്രികയും നൂലൊക്കെ കൊടുക്കുന്ന കണ്ടീഷൻസ് ഒക്കെ വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാല് നൂലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കേസ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ കാണിച്ചിട്ടെന്ന് പറഞ്ഞു, ഒരു നൂൽ കഷ്ണം എത്രയോ വർഷങ്ങൾക്ക് 13 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു നൂല് ശരീരത്തിൽ അവശേഷിച്ചിരുന്ന നമ്മുടെ സൈനീച്ച് കൊടുത്തപ്പോൾ ഈ നൂല് പുറത്തോട്ട് വന്നു. പിന്നെ ചില ഓപ്പറേഷൻസിനകത്തൊക്കെ പിന്നെ ഇപ്പൊ ഹെർണിയ ഒരു സൈഡ് ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ ഏറെ താമസിയാതെ മറ്റേ സൈഡിൽ വരും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് നമുക്കുണ്ട്. വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാനുള്ള പറ്റും. ഇപ്പൊ ഹോമിയോപ്പതിയുടെ ഒരു വേൾഡ് പിന്നെ അനന്ത സാധ്യതയുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഇൻഡിക്കേറ്റഡ് മെഡിസിൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹോമിയോപ്പതിക്ക് പല വണ്ടേഴ്സും പറ്റും. ഒറ്റ കണ്ടീഷനേ പറയുന്നുള്ളൂ, വൈറ്റൽ ഫോഴ്സ്. ആ പേഷ്യന്റിന് ആവശ്യമുള്ള വൈറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എവറിത്തിങ് പോസിബിൾ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ ആണ്. എന്താ വെച്ചാൽ നിങ്ങൾ വൈറ്റൽ ഫോഴ്സ് ഉണ്ടോ, അത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യവും ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് പോസിബിൾ ആവും. അപ്പോൾ സർജിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ആ സർജിക്കൽ വേൾഡ് മാത്രം നിങ്ങൾ മാസ്റ്റർ ആയാൽ പോലും നിങ്ങൾക്ക് ഒരു അനന്ത സാധ്യതയുള്ളതാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ സർജിക്കൽ വേൾഡിൽ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നന്ദി ഡോക്ടറെ. 3-ാം ഭാഗമായിട്ട് ഡോക്ടറെ ഓടിച്ച് അവസാനിപ്പിച്ചു. അല്ലേ സാർ? എന്തായാലും കുഴപ്പമില്ല ഡോക്ടറെ. നമുക്ക് എത്ര സെഷനിലായാലും നല്ലതാണ്.
എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്തെങ്കിലും ഇച്ചിരി സജഷൻസോ കമന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടുതൽ ഓർമ്മിപ്പിക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഉപകാരപ്പെടും. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ. സർ, ഭദ്രൻ ഡോക്ടർ പറയാമല്ലോ. ആ മനോജ് ഡോക്ടറെ ക്ലാസ് വളരെ ഒരുപാട് ചിന്തയ്ക്ക് ഹോപ്പ് തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഫിസിയോളജി നമുക്ക് ശരിക്കും കോറിലേറ്റ് ചെയ്ത ഒരു ക്ലാസ് വളരെ നന്നായിരുന്നു. പണ്ട് ഫിസിയോളജി പഠിച്ചിട്ടുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഫൈറ്റോ ഇതെല്ലാം കുറച്ച് ഒരു വേറൊരു ലെവലില് അത് എത്തിയിട്ടുണ്ട്. അത് വളരെ നന്നായിരിക്കുന്നു. നല്ല ചിന്തിക്കാനും നമുക്ക് ചെയ്യാനുള്ള ഒരു ഹോപ്പ് തരുന്ന കാര്യമാണ്. അപ്പൊ അതിൽ ഞാൻ ഈ ട്രൈഫോളിയം റിപ്പൻസ് ആണോ പ്രിറ്റൻസ് ആണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? പ്രിട്ടൻസ് ആണ് സാർ പറഞ്ഞത്. പ്രിറ്റൻസ് ആണ്. ഞാൻ ട്രൈഫോളിയം റിപ്പൻസ് ഇതിന് പിന്നെ മംസിന് പ്രിവെന്റീവ് ആയിട്ട് പണ്ട് മുതലേ കൊടുക്കാറുണ്ടായിരുന്നു. അത് ഈ ഹെർണിയക്ക് പ്രിവെന്റീവ് എന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മെഡിസിൻ ആണെന്ന് പറഞ്ഞില്ല. എന്നാലും പറയാനുള്ള ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഔട്ടായി പോയെന്ന് ഒരു സംശയം. കേൾക്കാം. പറയൂ. ഇതില് ഈ പ്രിവെന്റീവ് ഹെർണിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മെഡിസിൻസ് പറയാൻ വിട്ടുപോയി. അല്ലല്ല, സാധാരണ നമ്മള് ഈ ഹെർണിയന്റെ മെഡിസിൻസേ നമ്മള് സാധാരണ നക്സോമിക്ക, ലൈക്കോപോഡിയം, മാഗ്നറ്റ് പോളിയാമ്പു അവയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ്. കാരണം ഒരിടത്ത് ഓപ്പറേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാലും പിന്നെയും ഇവരായിട്ട് വീണ്ടും വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് പ്രിവെന്റ് ചെയ്യാൻ മിക്കവാറൊക്കെ പേഷ്യൻസ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ആയിട്ടുണ്ടാവും. ലൈക്കോപോഡിയം നക്സോമിക്കൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഈ മാഗ്നറ്റിസ് പോളിയാമ്പു എന്ന് പറയുന്ന മെഡിസിൻസ് അതാണ് എനിക്ക് വേറൊരു ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ ആയിട്ടുള്ളത്. ഞാന് കൽക്കേരിയ ഫോസ്, കൽക്കേരിയ ഫ്ലോർ അതിന് ഈ ഹെർണിയ റിപ്പയർ ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്രം കാർബ്, ഇപ്പൊ സിദ്ധയില് പറയുന്ന ഒരു മെഡിസിൻ നാട്രം കാർബാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മെഡിസിൻ ആണ്. അപ്പൊ അവര് അത് സിദ്ധക്കാര് അവരുപയോഗിക്കുന്നത് അവരുടെ എന്താണ് തുവച്ചിലക്കാരോ അങ്ങനെ കണ്ട ഒരു പേര് പറയാം, തുവർച്ചിലക്കാരോ എന്നങ്ങോട്ട് പറയാം. അപ്പൊ ആ ഒരു സാധനം ആക്ച്വലി ഇത് നാട്രം കാർബാണ്. ഈ സാധനം അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മള് ഹെർണിയ, ആംബലിക്കൽ ഹെർണിയൊക്കെ നമുക്കറിയാം. പിന്നെ കാൽക്കേരി കാർബ്, മദേഴ്സ് ഹെർണിയ, മാക്മോർ, സ്ക്ലോട്ടൽ ഹെർണിയ, അങ്ങനെയുള്ള ഓരോ ബോറിക് അതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോക്കുലസ് വരും. അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരാതിരിക്കുകയും ചെയ്യും. റെക്കറൻസ് ഇല്ലാതെ മറ്റെങ്ങനെയല്ല ഒരിടത്ത് ഓപ്പറേഷൻ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്ഥലത്ത് വരുമല്ലോ. ഇപ്പൊ പൈൽസിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെരിക്കോസിറ്റി എന്നുള്ള പ്രശ്നം മാറിയിട്ടില്ലെങ്കിൽ പൈൽസ് മാറുമ്പോൾ വെരിക്കോസ് വെയിൻ വരും. വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഈസോഫേഗൽ വെരിസിസ് വരും. അത് എവിടെയാണോ വെരിക്കോസ് വെയിൻ പോസിബിലിറ്റി ഉള്ളത് അങ്ങോട്ട് വരും. ഏതായാലും ഡോക്ടർ ക്ലാസ് ഒരുപാട് ചിന്തിക്കാനുള്ള വിത്തുകൾ ഇട്ടുന്നുള്ള ഒരു ക്ലാസ്സാണ്. അതെ, ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇപ്പൊ തന്നെ 3 ക്ലാസ്സായി, ഇനി അത് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ സാറ് പറഞ്ഞ വിത്തുകൾ ഇട്ടിട്ടുണ്ട്. ഇനി താല്പര്യമുള്ളവർ ബാക്കി വായിക്കട്ടെ. ക്യാമറ തിരിഞ്ഞിരിക്കുന്ന ഡോക്ടറെ. ഇനി സലിത് കുമാർ ഡോക്ടർ. ഡോക്ടറിന് ഒരു കോംപ്ലിമെന്റ് ഞാനും കൂടിയായിട്ട് തരുന്നില്ല. അത് ഓൾറെഡി കിടപ്പുള്ളൂ. എനിക്ക് വന്നിട്ട് ഞാൻ കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കയറി ഈ അപ്പർ ആം സ്വെല്ലിംഗ് ഉണ്ടല്ലോ, ഈ മാസ്റ്റെക്ടമി കഴിഞ്ഞാൽ അതിന് ഡോക്ടർ മരുന്നെല്ലാം പറഞ്ഞോ? ഏതിന് മാസ്റ്റെക്ടമി കഴിഞ്ഞല്ലേ? അത് ലിംഫ് നോട്ട്സ് എൻലാർജ് ചെയ്തുകൊണ്ടാണല്ലോ വരിക. അതെ ലിംഫ് നോട്ട്സ്. അതിനായിട്ട് മാത്രം ഞാൻ പറഞ്ഞില്ല. അപ്പൊ പിന്നെ മാസ്റ്റെക്ടമി ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് അവിടെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. മാസ്റ്റെക്ടമിക്ക് ശേഷം നമ്മളെ പെട്ടെന്ന് ചിന്തിക്കാത്ത ഒരു മെഡിസിൻ ഒന്ന് ബെല്ലിസ് പെരിനിസ് ആണ്. നമ്മളത് പെട്ടെന്ന് ചിന്തിക്കില്ലല്ലോ. മാസ്റ്റെക്ടമിക്ക് ബെല്ലിസ് പെരിനിസ്, കലണ്ടുല, എക്സ്റേ, നമ്മൾ ബാക്കിയുള്ള കാര്യമൊക്കെ വിട്ടേക്കുക.
അത് തന്നെ അങ്ങനെ തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബെല്ലിസിനെ കുറിച്ച് ചിന്തിക്കുക. ഏത് ഈ സ്വെല്ലിങ്ങിന്? സ്വെല്ലിങ്ങിനാണല്ലേ സാധാരണ ഇഞ്ചുറി. സാധാരണ നമ്മൾ പറഞ്ഞാൽ അത് അവിടെ പിന്നെ അതിന്റെ ചിലപ്പോ ഗ്ലാൻസ് അവിടെ ബാക്കി നിൽപ്പുണ്ടാവും. ഇപ്പൊ ഗ്ലാൻസ് വന്നിട്ട് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷനാ വരിക. അപ്പൊ നമ്മൾ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ വന്നുകൊണ്ടാണ് കൈക്ക് അങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതില്ല ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം നമ്മൾ പറഞ്ഞാൽ നമ്മള് അതൊന്നും അന്ന് മെറ്റിനമെഡിക്ക് എഴുതിയ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ള ക്ലിനിക്കൽ പ്രൂവിങ്സിന്റെ ഭാഗമായിട്ടാണ് ബെല്ലിസ് ഒക്കെ എടുത്ത് വരുന്നത്. നമ്മളെ പുസ്തകത്തിനകത്ത് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അപ്പൊ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ മരുന്നിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക. അല്ലാതെ ഇടിമ കണ്ടിട്ട് നമ്മൾ സാധാരണ മെഡിസിൻസ് എല്ലാം സാറ് കൊടുത്തിട്ടുണ്ടാവില്ലോ, എപ്പിസും പിന്നെ അങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ബെൽഡോണയ്ക്ക് കുറച്ച് ഗുണമുണ്ട്. ബെൽഡോണ ആ ഒരു ഇൻഡിക്കേഷൻ. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സർ, ഇവിടെ കോസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം അവിടെ മുറിച്ചു മാറ്റി എന്നുള്ളത്. കാരണം മുറിച്ചു മാറ്റിക്കൊണ്ട് ഇത് എങ്ങനെ വന്നു എന്നും ചിന്തിക്കണ്ട. അവിടെ സർജറിയാണ് അതിന്റെ കോസ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കലണ്ടലയും നേരത്തെ പറഞ്ഞ പോലെ ബെല്ലിസും സ്റ്റാഫിസാഗ്രിയും ഇങ്ങനെയുള്ള മെഡിസിൻസിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം കോസ് കൃത്യമാണെങ്കിൽ ആ കോസ് കൊണ്ട് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അവിടെ കോസിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് നടത്തി കഴിഞ്ഞാൽ അതങ്ങനെ. ഈ കോസ് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇതിനെക്കുറിച്ച് സിംറ്റംസിനെ ബേസ് ചെയ്യേണ്ടി വരിക. കാരണം സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ആ കോസ് പ്ലസ് ഇൻഡിവിജ്വാലിറ്റി ആണ്. അപ്പൊ ഇങ്ങനൊരു കേസിനകത്ത് അവിടെ ആ കോസ് നമുക്കറിയാം സർജറി ആണ്. അപ്പൊ സർജറിന്റെ പോസിബിൾ മെഡിസിൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ കലണ്ടറിന്റെയും ആർമിക്കയും സ്റ്റാഫിസാഗ്രിയും പിന്നെ ഇപ്പൊ ബെല്ലിസും ഇങ്ങനെയുള്ള ഈ മെഡിസിൻസിനകത്ത് എല്ലാം അവയെ വൺ ആഫ്റ്റർ അനദറോ സിംറ്റംസ് കോറിലേറ്റ് അല്ലെ ഈ എന്താ പറയാ അതിന്റെ ഒരു സിമിലാരിറ്റി വെച്ചിട്ടോ സാർ ഉപയോഗിച്ച് നോക്കുക. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യാത്ത സ്ഥിതിക്ക് സലീംകുമാർ ഡോക്ടറെ സാറിന് നന്ദി പറയണേ. സലീംകുമാർ ഡോക്ടറെ ഡോക്ടർ പോയോ? സലീംകുമാർ ഡോക്ടറെ നന്ദി പറയണേ. കേക്കാവോ? കേക്കാം. ഹിസ്റ്റക്ടമി ശേഷമുള്ള ബോഡി ഹീറ്റ് റൈസ് ചെയ്യില്ല വല്ലാതെ, ആൾക്ക് ഫ്ലഷ് ഇത് വരില്ല. അത് അതിന് ഏറ്റവും നല്ലത് സാറിന് ഇതിലേതാ? അല്ല സാധാരണ നമ്മൾ കൊടുക്കുന്നതിൽ ലാക്ടോസിസ്, ഗ്രാഫൈറ്റിസ്, ഗ്ലോണൈനൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. സാറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതുണ്ടാന്ന് ചോദിച്ചാൽ? ഓക്കെ. ഇല്ല സാർ, ഇല്ല സാർ, ഇല്ല സാർ. വെരിക്കോസിന് ശേഷമുള്ള കാലുനീര്? വെരിക്കോസിന് ശേഷവും പിന്നെ സർജറിക്ക് ശേഷം അല്ല സർജറിക്ക് ഞാൻ പറഞ്ഞില്ല. സർജറി എന്നുള്ളതാണ് കേസെങ്കിൽ ഞാൻ എന്തായാലും സർജിക്കൽ മെഡിസിൻസ് ആണ് സാർ കൊടുക്കുക. സർജറിന്റെ മെഡിസിൻസ് തന്നെ കൊടുക്കുക, നേരത്തെ പറഞ്ഞ തന്നെ കൊടുക്കുക. പക്ഷെ ആ സർജറിന്റെ മെഡിസിൻ ഒരു റൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സിംറ്റം ആക്കിയിട്ട് പിന്നെ സിംറ്റം മാത്രമേ നോക്കുള്ളൂ. ഇപ്പൊ എന്റെ വെരിക്കോസ് വെയിന്റെ ഫേവറേറ്റ് മെഡിസിൻ ലാക്കസിസ്, പിന്നെ സ്നേക് മെഡിസിൻസ് ലാക്കസിസ്, വൈപ്പറ, പൾസാറ്റില, ഫ്ലൂറിക് ആസിഡ്, കാൽക്കേരിയ ഫ്ലൂറ്, പിന്നെ നക്സോമിക്ക, പൾസാറ്റില, ഈ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന മെഡിസിൻസ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ടിപ്പിക്കൽ പ്രസന്റേഷൻസ് വേറെ എന്തെങ്കിലും വേണം. പിന്നെ എന്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഹെമാമിലിസ് ഓയിൽമെന്റ് അല്ലെങ്കിൽ ആർണിക്ക ഓയിൽമെന്റ് റിവേഴ്സ് താഴെ മുതൽ മുകളിലേക്ക് തിരുമുന്നത് ആണ് ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴിയായിട്ട് തോന്നുന്നത്. ഇതിന്റെ ബാലൻസ് ശരിയാകാൻ വേണ്ടിയിട്ട് അതിന് തിരുമുന്ന രീതി താഴെ നിന്ന് മുകളിലേക്ക് തിരുമണം. അതിന് ഏറ്റവും നല്ല ഓയിൽമെന്റ് ഹെമാമിലിസും ആർണിക്കയാണ്. സാറേ അത് ഓയിൽമെന്റിനേക്കാൾ ഓയിൽ വാങ്ങിക്കാൻ സാർ? ഇപ്പൊ മതി ഹെമാമിലിസ് ഓയിൽ എനിക്കറിയില്ല. ഓയിൽ കിട്ടും, ഞാൻ ചെയ്യണല്ലേ? കിട്ടും അല്ലേ? ശരി. അത് പക്ഷെ ഇത് ആൾക്കാർക്ക് ഈ ഡോക്ടർമാർക്ക് ഇത് മുകളിലോട്ട് തിരുമണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയില്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുകളിലോട്ട് തിരുമ്മിയാൽ മാത്രമേ ശരിയാവുള്ളൂ. പിന്നെ കൂട്ടത്തില് എനിക്ക് സംശയങ്ങളൊന്നുമില്ല, ഞാൻ തീർക്കാൻ പോകണം. ഒരു കാര്യം സാറ് പറഞ്ഞു അൺകേരിയ ടൊമന്റോസ ഈ അടുത്ത കാലത്ത് അറിയാൻ പാടില്ല ഏതാണെന്നുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മൾ അറിയില്ലേ? ഈ അടുത്ത കാലത്ത് ഏറ്റവും ഫേമസ് ആയല്ലോ അതിന്റെ പൂക്കള് ഈ ഫെബ്രുവരി മാസത്തിൽ വിടുന്നല്ലോ എല്ലായിടത്തും, അല്ല മാർച്ച് ആയപ്പോഴേ എല്ലായിടത്തും മഞ്ഞപ്പൂക്കൾ വന്നില്ലേ ആ വള്ളിച്ചെടി? ഒരു എല്ലായിടത്തും ഇങ്ങനെ കിടന്നിട്ട് നല്ല മഞ്ഞച്ചെടിയായിട്ട് പത്രങ്ങളിലൊക്കെ പലരും ഫോട്ടോ വന്ന് വീഡിയോയിലൊക്കെ വന്നില്ലേ പലരുടെ ഇതിലെ? അതാണ് ഈ സാധനം.
അത് ശരി ശരി ആമസോൺകാരനാണ്. അതിനൊരു ഇവിടെ കയറി പൂച്ചേന്റെ വന്നത്. എന്റെ പൂച്ചേന്റെ നഖം പോലെ ഒരു കറക്റ്റ് ഇതുണ്ടാവും. നാഗവായനുണ്ട്, നാഗവായനുണ്ടാവും. ഫെബ്രുവരി മാർച്ചിലാണ് പൂക്കൾ, മഞ്ഞ പൂക്കൾ വരുന്നത്. അത് ആരായിരിക്കും പറഞ്ഞത്? ആ ഒരു സമയത്ത് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമായിരുന്നേ. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ കൊറോണ നല്ലോണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അത് കൊടുത്തതിന്റെ ഇതല്ല. അപ്പോ ഏതായാലും ഇങ്ങനെ IFPHന്റെ ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, IFPHൽ വരുന്ന കുറച്ച് രത്നങ്ങളിൽ ഒരാളാണ് സാറ്. അത് മാത്രമല്ല അതിന്റെ അപ്പുറത്തായിട്ട് സാറ് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ അധികം പേർക്ക് കഴിയുന്നില്ല. അതൊരു അപൂർവമായ സിദ്ധിയും കൂടിയാണ്. ഏതായാലും ഇങ്ങനെ IFPHൽ വന്ന് സാറിന്റെ സമയം ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാനും കാണിക്കുന്ന ആ നല്ല മനസ്സിന് IFPHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിലെ മോഡറേറ്റർമാരായിരുന്നവരും നന്ദി പറയാനുള്ള അവർക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ വീണ്ടും വരണം, ഇതുപോലെയുള്ള ഞങ്ങൾക്കൊക്കെ തലയിലേക്ക് എന്തെങ്കിലും ഇന്ധനം ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഡോക്ടറെ സലീംകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ പതിവ് പോലെ നമ്മുടെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരണം. എത്ര പ്രാവശ്യം തുടർന്നാലും യാതൊരു പ്രശ്നമില്ല. അത്രയും സന്തോഷമേ ഉള്ളൂ. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2036 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.